ഹായ് ആൾ, നമസ്കാരം. NV ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എല്ലാവർക്കും അറിയാം. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന 12ാം ക്ലാസ്സിലെ സയൻസ് ഗ്രൂപ്പിലെ സുവോളജിയിലെ 3ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. ആദ്യത്തെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, 2ാമത്തെ ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, 3ാമത്തതും രസകരമായിട്ടുള്ള ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇത് എപ്പിസോഡ് നമ്പർ 5 ആണ്. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കുക. 1, 2, 3, 4, 5 മനസ്സിലാക്കിയതിനു ശേഷം മാത്രം 5th എപ്പിസോഡ് കാണുക. അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. NV ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിളിനെ കുറിച്ചാണ്. മെന്റലിന്റെ തത്വങ്ങളിൽ നിന്നും വ്യതിചലിച്ച ചില കാര്യങ്ങൾ, അതിനെ കുറിച്ചാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം, നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം. അപ്പൊ ഡീവിയേഷൻ ഫ്രം, കഴിഞ്ഞ എപ്പിസോഡ് വരെ മെന്റൽ പറഞ്ഞ കുറെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയി കഴിഞ്ഞാൽ എന്ത് സ്വഭാവം വരാം? അതായത് ഇവനെ ഡോമിനേറ്റ് ചെയ്ത് ഇവന്റെ സ്വഭാവം എക്സ്പ്രസ് ചെയ്യും. ഈ എക്സ്പ്രസ് ചെയ്യുന്നവനെ നമ്മൾ ഡോമിനേറ്റ് എന്ന് വിളിക്കും. ക്യാരക്ടർ സപ്രസ് ചെയ്ത് കാണിക്കാത്ത സ്വഭാവം കാണിക്കാത്തവരെ നമ്മൾ റെസസീവ് എന്നൊക്കെ വിളിച്ചു അല്ലെ. അതൊക്കെയാണ് മെന്റലിന്റെ കാര്യങ്ങളും മെന്റലിന്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെയാണ്. ലോ ഓഫ് ഡോമിനൻസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എപ്പിസോഡിൽ മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചു, ഡൈ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചു, മെന്റലിന്റെ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഈ എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിൾ, മെന്റലിന്റെ തത്വങ്ങളിൽ നിന്നും വ്യതിചലിച്ച ചില കാര്യങ്ങളെ കുറിച്ചാണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം. അതിൽ 5 കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിന്റെ പല സൈഡുകളിലാണ് ഇതുള്ളത്, പല പല ഭാഗങ്ങൾ നമ്മൾ അതിനെ ഒരുമിച്ച് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ആദ്യം ഇതിനെ കുറിച്ചാണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ചാണ്. മെന്റൽ പറഞ്ഞതൊക്കെ കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. എന്താണ് ഈ കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന? ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ, ഇതെന്ത് കണ്ടീഷനാണ് മക്കളെ? ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. റൗണ്ട് സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീനോടൈപ്പ്. അതിന് അലീലിന്റെ രൂപത്തിൽ എഴുതുന്ന ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓർഗാനിസം ഈസ് കോൾഡ് ജീനോടൈപ്പ്. അപ്പൊ ഇത് ജീനോടൈപ്പ് ആണ്, ഇത് ഫീനോടൈപ്പ് ആണ്. ഇവന്റെ സ്വഭാവം എന്താണ്? റൗണ്ട് സീഡ് ആണ്. കാരണം ഇവനെ കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തു. അതിന്റെ ഫലമായി ഇവന്റെ സ്വഭാവം മാത്രം എക്സ്പ്രസ് ചെയ്തു. അപ്പൊ മെന്റൽ പറഞ്ഞതൊക്കെ എന്ത് ഡോമിനൻസ് ആണ്? കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. മെന്റലിന്റെ തത്വത്തിൽ നിന്നും വ്യതിചലിച്ചു. മെന്റൽ പറഞ്ഞ എന്താണ്? ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരളിൽ മറ്റേ അളിലിനെ ഡോമിനേറ്റ് ചെയ്യും. ദ ഡോമിനേറ്റ് വൺ ഈസ് കാൾഡ് ഡോമിനന്റ്, ദ അതർ വൺ ഈസ് കാൾഡ് റെസസീവ് എന്ന് പഠിച്ചു. നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഹെഡിങ്ങിന്റെ പേര് എന്താണ്? ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിൾ, മെന്റലിന്റെ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ച കാര്യങ്ങളാണ്. മറ്റൊരു പേരെന്താണ്? നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. ഏതൊക്കെയാണ് 6 കാര്യങ്ങൾ? ഒന്ന്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. മെന്റൽ പറഞ്ഞത് എന്ത് ഡോമിനൻസ് ആ? കംപ്ലീറ്റ് ഡോമിനൻസ്. അടുത്തത് എന്താ? കോ ഡോമിനൻസ്. എന്താന്ന് ചേട്ടൻ പറഞ്ഞത്. അടുത്തത് നോക്കൂ, 3 മൾട്ടിപ്പിൾ അലീൽസ്. അടുത്തത് 4 പ്ലിയോട്രോപ്പി. 5 പോളിജീനിക് ഇൻഹെറിറ്റൻസ്. 6 ലിങ്കേജ്. അപ്പൊ ഈ 6 വാക്കുകൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, 6 പേരുകൾ പഠിക്കുക. ആദ്യത്തെ എന്താണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീൽസ്, പ്ലിയോട്രോപ്പി, പോളിജീനിക് ഇൻഹെറിറ്റൻസ്, ലിങ്കേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ പ്ലിയോട്രോപ്പിയും പോളിജീനിക് ഇൻഹെറിറ്റൻസും തപ്പി നോക്കിയാൽ കിട്ടില്ല. കാരണം പഴയ ടെക്സ്റ്റ് ബുക്കിൽ അത് ലാസ്റ്റ് പേജിൽ, ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് പേജിൽ സപ്ലിമെന്ററി മെറ്റീരിയൽ ആയിട്ട് ഉൾപ്പെടുത്തിയ സാധനമാണ്. ഏറ്റവും പുതിയ എനിക്ക് തോന്നുന്നു 18, 19, 20 ആ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അത് ഈ ടെക്സ്റ്റ് ബുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ലാസ്റ്റ് പേജിൽ നിന്ന് നേരെ ടെക്സ്റ്റ് ബുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് ഇത്. അപ്പൊ ഇതിൽ ലിങ്കേജ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോ ലെസണിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിൾ, മെന്റലിന്റെ തത്വങ്ങളിൽ നിന്നും വ്യതിചലിച്ച കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. മെന്റലിന്റെ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിൾ. ഏതൊക്കെയാണ് 6 കാര്യങ്ങൾ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീൽസ്, പ്ലിയോട്രോപ്പി, പോളിജീനിക് ഇൻഹെറിറ്റൻസ്, ലിങ്കേജ്. അപ്പൊ ഇതിൽ ഏകദേശം 5 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. 6ാമത്തെ കാര്യം നമ്മൾ മറ്റൊരു വീഡിയോ ലെസണിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളും, ഓരോ എക്സാമ്പിളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ കുത്തി നടക്കണം. ജെനറ്റിക്സ്, ബിക്കോസ് ജെനറ്റിക്സ് ഈസ്
സോ സിമ്പിൾ. ജെനറ്റിക്സ് ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ഈ വർഷത്തെ 2020 നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാവും എന്തൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹ്യൂമൻ റീപ്രൊഡക്ഷനെയും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നോക്കൂ. നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം. ദാറ്റ് മീൻസ് ഏകദേശം എല്ലാം NCERT-ക്കകത്ത് തന്നെ വന്നത്. അപ്പൊ NCERT എന്ത് ചെയ്യുക, ഓരോ ലൈനും അരിച്ചു പെറുക്കി പഠിക്കാൻ എന്ത് പറ്റും? ഈ വർഷം വരാൻ പോകുന്ന നീറ്റ് എക്സാം നിങ്ങൾക്ക് എന്ത് കിട്ടും? റാങ്ക് വളരെ കുറവാകും. റാങ്ക് വളരെ കുറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മെഡിക്കൽ സീറ്റ് കിട്ടും. ധാരാളം മെഡിക്കൽ കോളേജിൽ തന്നെ പോകണമെന്നില്ല, MBBS തന്നെ കിട്ടണമെന്നില്ല, ധാരാളം വേറെ കോഴ്സുകളുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, +2 നന്നായിട്ട് മാർക്ക് വാങ്ങുക. അപ്പൊ കോവിഡ് ഒന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിൾ. ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിൾസ് നമുക്ക് എന്ത് വിളിക്കാം? നോൺ മെന്റലിയൻ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമ്മൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീല്, പ്ലിയോട്രോപ്പി, പോളിജീനിക് ഇൻഹെറിറ്റൻസ്, ലിങ്ക്. അപ്പൊ ഇത് നിർബന്ധമായി ഈ ഹെഡിങ്ങുകൾ പഠിക്കണം. ഓക്കെ, നിർബന്ധമായി ഈ പേരുകൾ ഹെഡിങ്ങും പഠിക്കണം. അപ്പൊ ഓരോന്നിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യവാനെ കുറിച്ചാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. NCERT ആണ്. NCERT-യുടെ പ്രത്യേകത എന്താണ്? അതിങ്ങനെ പല സൈഡുകളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. നമ്മൾ അതിനെ ഒന്ന് ഒരുക്കി കൂട്ടിയിട്ട് നമ്മൾ അതിനെ മണവാളനാക്കിയിട്ട് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യണം. അപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും മണവാളനെ. ഓക്കെ, അപ്പൊ ഹിയർ വി ഗോ. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനെ കുറിച്ചാണ്. ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിളിലെ ആദ്യത്തെ വ്യക്തി ആരാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് കംപ്ലീറ്റ് ഡോമിനൻസ്? നമുക്കറിയാം. അതാരെ പറഞ്ഞത്? ഗ്രിഗർ ജോഹാൻ മെന്റൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലോ ഓഫ് ഡോമിനൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരലീന് മറ്റേ അലീനെ കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്യും. ആരുടെ സ്വഭാവമാണോ കാണിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്ന അവന് ഡോമിനന്റ് എന്നും, കാണിക്കാത്ത സ്വഭാവത്തെ റെസസീവ് എന്ന് വിളിച്ചു. അതിനെ വിളിക്കുന്ന പേരാണ് കംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഏത് ഹെഡിങ്ങിൽ കീഴിൽ വന്നത്? ഡീവിയേഷൻ ഫ്രം ദ മെന്റലിയൻ പ്രിൻസിപ്പിൾ. അപ്പൊ ആദ്യത്തെ പോയിന്റ് നോക്കൂ. മെന്റൽസ് ലോസ് ഓഫ് കംപ്ലീറ്റ് ഡോമിനൻസ്. മെന്റലിന്റെ ലോ, ഏത് ലോ? കംപ്ലീറ്റ് ഡോമിനൻസ്. അതായത് ലോ ഓഫ് ഡോമിനൻസ് ഈസ് നോട്ട് യൂണിവേഴ്സൽ. എപ്പോഴും യൂണിവേഴ്സൽ അല്ല. യൂണിവേഴ്സൽ എല്ലാം എപ്പോഴും അതേപോലെ നടക്കണം എന്നില്ല. എല്ലാ ജീവികളിലും അത് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരാൾ ഡോമിനേറ്റ് ചെയ്യും, മറ്റാൾ സപ്രസ് ചെയ്യുന്ന എപ്പോഴും നടക്കണം എന്നില്ല. അതിന് എക്സെപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മെയിൻ ഹെഡിങ്ങിന് പേര് വിളിച്ചത് എന്ത്? ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിൾ. അപ്പൊ മെന്റലിന്റെ ലോ ഓഫ് ഡോമിനൻസ് ഈസ് നോട്ട് യൂണിവേഴ്സൽ. അതെന്തല്ല? യൂണിവേഴ്സൽ അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഏതാണ് മക്കളെ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് മുകളിൽ ആദ്യത്തെ പഠനം നടത്തിയ ആളുടെ പേരാണ് കാൾ കോറൻസ് എന്ന് പറയും. ഇത് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉപകാരമുള്ള ഒരു വ്യക്തിയാണ് കാൾ കോറൻസ്. മൂപ്പർ എവിടെയുള്ള ആളാണ്? ജർമ്മനിക്കാരനാണ്. ഓർമ്മയുണ്ടോ? കുറെ ആൾക്കാരെ കുറിച്ച് നമ്മൾ പഠിച്ചതല്ലേ? ഓർമ്മയുണ്ടോ? ഒരു ബ്രിട്ടീഷ് ജെനറ്റിസ്റ്റിന് ഓർമ്മയുണ്ടോ? എക്സാക്ട് ആയിരുന്നു, പന്നറ്റ് അല്ലെ? ഒറിജിനാലിറ്റി സി പന്നറ്റ്, പന്നറ്റ് സ്കോർ ഒക്കെ മാറ്റി. അപ്പൊ നമ്മൾ ആരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്? കാൾ കോറൻസ്. മൂപ്പരാണ് ഇതിന് മുകളിൽ പഠനം നടത്തിയത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് മുകളിൽ പഠനം നടത്തിയത്. അതായത് അതിന് മുന്നേ ആദ്യം എന്താണ് ഈ കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് കാണിച്ചു തരാം. മെന്റൽ എന്തെടുത്തു? ഒരു ടാൾ പ്ലാൻ എടുത്തു. ചെറുതാക്കി എഴുതുന്നത് ബോർഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ടാൾ പ്ലാൻ എടുത്തു. ആരുമായിട്ട് ക്രോസ് നടത്തി? ഡ്വാർഫ് പ്ലാന്റുമായിട്ട് ക്രോസ് നടത്തി അല്ലെ? ഇതിൽ ടാൾ പ്ലാനും ഡ്വാർഫ് പ്ലാനും എന്തായിരുന്നു മക്കളെ? ട്രൂ ബ്രീഡിംഗ് ആയിരുന്നു. ദാറ്റ് മീൻസ് ഹോമോസൈഗസ്. എങ്ങനെ മനസ്സിലായി ഹോമോസൈഗസ്? അതൊക്കെ ഒന്നാമത്തെ എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കുക. ചെറിയ എപ്പോഴും സെൽഫ് പോളിനേഷൻ, എത്രത്തോളം സെൽഫ് പോളിനേഷൻ നടത്തിയാലും അതേ ക്യാരക്ടർ തന്നെയാണ് കിട്ടുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ അത് എന്ത് ബ്രീഡിംഗ് ആണ്? ട്രൂ ബ്രീഡിംഗ് ആണ്. അപ്പൊ മെന്റൽ ടാൾ പ്ലാൻ എടുത്തു, ക്യാപിറ്റൽ ഡി, ഡോർഫ് പ്ലാൻ എടുത്തു, സ്മാൾ ടി. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇതെന്ത് ക്രോസ് ആണ് മക്കളെ? മോണോ ഹൈബ്രിഡ് ക്രോസ് ആണോ? ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണോ? മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പൊ ഗാമേറ്റ് കിട്ടി. ഇത് ക്യാപിറ്റൽ ടി ആണ്. ഇതെന്താണ്? സ്മാൾ ടി ആണ്. ഇവൻ ഇതിനകത്തോട് ഈ പോളണ്ട് ഇതിനകത്തോട് കയറി കഴിഞ്ഞാൽ ഒന്നാം തലമുറയ്ക്ക് ടി. ക്യാപിറ്റൽ ടി, സ്മാൾ ടി. ഇത് എന്ത് ചെടിയാണ്? ടാൾ പ്ലാന്റ് ആണ്. അതായത് എയ്തർ വൺ ഓഫ് ദ പാരലൽ ക്യാരക്ടർ. അതായത് മെന്റൽ ക്രോസ് നടത്തിയപ്പോൾ ഒന്നാമത്തെ തലമുറയിൽ ഏതെങ്കിലും ഒരു പാരന്റിന്റെ സ്വഭാവം കാണിച്ചു. ആരുടെ പാരന്റിന്റെയാണ്? ഇവനാണ് കാണിച്ചത്, ടാൾ പ്ലാന്റ്. അതായത് ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ, ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ടാൾ പ്ലാന്റിനെ സൂചിപ്പിക്കുന്ന അലീലുണ്ട്, ഡ്വാർഫ് പ്ലാന്റിനെ സൂചിപ്പിക്കുന്ന അലീലുണ്ട്. പക്ഷെ ആരുടെ ക്യാരക്ടർ ആണ് വന്നത് മക്കളെ? ടാൾ പ്ലാന്റ് മാത്രം എക്സ്പ്രസ് ചെയ്തു. ബിക്കോസ് ക്യാപിറ്റൽ ടി ഈസ് കംപ്ലീറ്റ്ലി ഡോമിനേറ്റ്
ഓവർ സ്മോൾ ടി. ക്യാപിറ്റൽ ടി കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു. ആരുടെ മുകളില്? ടാൾ പ്ലാന്റിന്റെ മുകളിൽ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു. അപ്പൊ ആരുടെ സ്വഭാവം എക്സ്പ്രസ് ചെയ്തു? ക്യാപിറ്റൽ ടി. ഇതിനെ വിളിക്കുന്ന പേര് കംപ്ലീറ്റ് ഡോമിനൻസ്. ഇത് ആര് പറഞ്ഞതാണ്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ അല്ലെ. നമ്മൾ ഇതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഡോമിനൻസ് എന്താ? കംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പൊ ഇവനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു. ഇവന്റെ സ്വഭാവം മാത്രം എക്സ്പ്രസ് ചെയ്തു. That is called law of dominance. സ്വഭാവം ആരെ കാണിക്കാത്ത ഇവന്റെ സ്വഭാവം എന്താ? ഡ്വാർഫ്നെസ്. അവനെ വിളിക്കുന്ന റെസസീവ്. അപ്പൊ ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഒരാളിന് മറ്റേ കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്യും. അപ്പൊ ഇവന്റെ സ്വഭാവം എക്സ്പ്രസ്ഡ് വൺ ഈസ് കാൾഡ് ഡോമിനന്റ്, അതർ വൺ ഈസ് കാൾഡ് എന്ത്? റെസസീവ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ ഒന്നാം തലമുറയിൽ ഏതെങ്കിലും ഒരു പാരന്റിന്റെ സ്വഭാവമാണ് എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 3ാമത്തെ എപ്പിസോഡിലാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ട് അല്ലെ. ഇനി മെന്റൽ പറഞ്ഞത് അപ്പൊ എന്തിനെ കുറിച്ചാണ്? മെന്റൽ പറഞ്ഞത് കംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ചാണ് അല്ലെ. കംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ചാണ് മെന്റൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. മെന്റലിന്റെ കംപ്ലീറ്റ് ഡോമിനൻസ് എപ്പോഴും എന്താവണം എന്നില്ല. മെന്റലിന്റെ കംപ്ലീറ്റ് ഡോമിനൻസ് എപ്പോഴും യൂണിവേഴ്സൽ അല്ല. അതായത് എല്ലാ ജീവികളിലും എല്ലാ ചെടികളിലും പിന്നെ ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഒരാളിൽ മറ്റേ ഡോമിനേറ്റ് ചെയ്യണമെന്നാണെന്നില്ല. വ്യത്യാസങ്ങളുണ്ടോ? അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്. പിന്നെ നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ പിന്നെ ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിൾ. അത് ആദ്യത്തെ മെന്റൽ പറഞ്ഞ തത്വങ്ങളിൽ വ്യത്യാസപ്പെട്ട കാര്യങ്ങളാണ്. അത് ആദ്യത്തേതാണ് എന്ത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയും. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇതിന്റെ മുകളിൽ പഠനം നടത്തിയത് ആരാണ്? കാൾ കോറൻസ്. ജർമ്മനിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ കാണാവുന്നതാണ്. കാൾ കോറൻസ്. നല്ല ഭംഗിയുണ്ട് അല്ലെ. സൂപ്പർ. ഈ കാൾ കോറൻസ് ഏത് നാട്ടുകാരനാണ്? ജർമ്മനിക്കാരനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പഠനം നടത്തി. ഏതിനു മുകളിൽ? ഫ്ലവർ കളർ, പൂവിന്റെ നിറത്തിൽ. പൂവിന്റെ നിറം എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തി. ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ കളർ. ഏതിനു മുകളിൽ? ഗ്രിഗർ ജോഹാൻ മെൻഡൽ ചെയ്ത് അതേപോലെ പയർ ചെടി നടത്തി അതേപോലെ തന്നെ. പക്ഷെ മൂപ്പര് വേറെ ചെടിയാണ് എടുത്തത്. മറ്റൊരു ചെടിയാണ്. ചെടിയുടെ പേര് ആന്റിറൈനം മേജസ് എന്ന് പറയും. നമ്മൾ ആന്റിറൈനം എന്ന് വിളിക്കാം. കോമൺ സ്നാപ് ഡ്രാഗൺ, ഡോഗ് ഫ്ലവർ എന്നൊക്കെ വിളിക്കും. അതിന്റെ പൂവിനെ വിളിക്കുന്ന ഡോഗ് ഫ്ലവർ എന്നൊക്കെ വിളിക്കും. അപ്പൊ ആന്റിറൈനം, സ്നാപ് ഡ്രാഗൺ, ഡോഗ് ഫ്ലവർ. ആ പേരുകൾ മൂന്നും പഠിക്കുക. മറ്റൊരു ചെടി മിറാബിലിസ് ജാലപ്പ. സയന്റിഫിക് നെയിം അറിയാലോ. അടിവരണം ജീനസും സ്പീഷീസും. മിറാബിലിസ് ജാലപ്പ. മിറാബിലിസ് ജാലപ്പ. ജാലപ്പ, വല്യാപ്പ, മൂത്താപ്പ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇതെന്താ? മിറാബിലിസ് ജാലപ്പ. അതിന്റെ കോമൺ നെയിമാണ് 4 o'clock പ്ലാന്റ്. അതായത് 4 മണി ചെടി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ രണ്ടിനെയും സയന്റിഫിക് നെയിമും പഠിക്കണം. ആന്റിറൈനം, സ്നാപ് ഡ്രാഗൺ, ഡോഗ് ഫ്ലവർ എന്നൊക്കെ പറയും. മിറാബിലിസ് ജാലപ്പ. അതിന് മറ്റൊരു പേരാണ് എന്ത് പ്ലാന്റ് എന്ന് പറയുന്നത്? 4 o'clock പ്ലാന്റ്, 4 മണി ചെടി എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ ഇതിന്റെ പൂവുകളുടെ കളർ അടുത്ത തലമുറയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തി ആര്? കാൾ കോറൻസ്. അപ്പൊ ചെടികളുടെ പേരൊന്നും ആലോചിക്കും മക്കളെ. ചെടികളുടെ പേരെന്താണ്? ഒന്ന് ആന്റിറൈനം സ്പീഷീസ് അല്ലെങ്കിൽ ആന്റിറൈനം മേജസ് എന്ന് പറയും. അതിന്റെ കോമൺ നെയിം സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ എന്നൊക്കെ വിളിക്കാം. മറ്റേ മിറാബിലിസ് ജാലപ്പ എന്ന് പറയും. മിറാബിലിസ് ജാലപ്പയുടെ കോമൺ നെയിം എന്താണ്? പിന്നെ 4 o'clock പ്ലാന്റ്. ഇതിനെ നായിപ്പൂ, പട്ടിപ്പൂ എന്നൊന്നും പറയരുത്. സർക്കാരെ മനസ്സിലാക്കുക. ഡോഗ് ഫ്ലവർ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ രണ്ടിന്റെ പേര് പഠിച്ചല്ലോ. ആന്റിറൈനം, സ്നാപ് ഡ്രാഗൺ, ഡോഗ് ഫ്ലവർ, മിറാബിലിസ് ജാലപ്പ, 4 o'clock. അപ്പൊ എന്തിന്റെ പഠനമാണ് നടത്തിയത്? ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ കളർ. ഇതിന്റെ ഫ്ലവർ കളർ അടുത്ത തലമുറയ്ക്ക് എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണ് നടത്തിയത് ആര്? കാൾ കോറൻസ്. അങ്ങനെ മനസ്സിലായി എല്ലാ ചെടികളിലും എന്ത് ഡോമിനൻസ് അല്ല, കംപ്ലീറ്റ് ഡോമിനൻസ് അല്ല എന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു മെൻഡൽസ് ലോ ഓഫ് കംപ്ലീറ്റ് ഡോമിനൻസ് ഈസ് നോട്ട് യൂണിവേഴ്സൽ. മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്തത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹെഡിങ്ങിന്റെ പേരെന്താണ് മക്കളെ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അദ്ദേഹം എന്ത് ചെയ്തു കൊടുത്തു? അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു സ്നാപ് ഡ്രാഗൺ എടുത്തു. അതൊരു ആന്റിറൈനം എന്ന് പറയുന്ന ചെടി എടുത്തു. അതിന്റെ ട്രൂ ബ്രീഡിംഗ് ആണ് എടുത്തത്. അദ്ദേഹം എന്തെടുത്തു? അതിന് മുകളിൽ വളരുന്ന ഒരു റെഡ് ഫ്ലവറും അതേപോലെ ഒരു വൈറ്റ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും രണ്ടും ട്രൂ ബ്രീഡിംഗ് ആയിരുന്നേ. അതായത് ആന്റിറൈനം ചെടിയിലെ നമ്മുടെ പൈസം സാച്ചുറേറ്റ് വയലറ്റ് കളർ വൈറ്റ് ഫ്ലവറും ക്രോസ് നടത്തിയില്ല. വയലറ്റും വൈറ്റും ക്രോസ് നടത്തിയില്ല. അതേപോലെ നമ്മുടെ കാൾ കോറൻസ് ആന്റിറൈനം സ്പീഷീസ്, അതായത് ഡോഗ് ഫ്ലവർ, അതായത് സ്നാപ് ഡ്രാഗൺ. ഈ സ്നാപ് ഡ്രാഗണിൽ റെഡ് ഫ്ലവർ ഉള്ള സ്നാപ് ഡ്രാഗണും വൈറ്റ് ഫ്ലവർ ഉള്ള സ്നാപ് ഡ്രാഗൺ നമ്മൾ ക്രോസ് നടത്തി. രണ്ടും ട്രൂ ബ്രീഡിംഗ് ആണ്. അപ്പൊ ട്രൂ ബ്രീഡിംഗ് പറയുമ്പോൾ എങ്ങനെ? ഹോമോസൈഗസ് അങ്ങനെ ക്രോസ് നടത്തി.
ക്രോസ് നടത്തിയതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു നോക്കൂ. അപ്പൊ ഇതെന്താണ്? ട്രൂ ബ്രീഡിംഗ് ആണ്. ഇതെന്താണ്? ട്രൂ ബ്രീഡിംഗ് ആണ്. ഇതെന്താ? റെഡ് ഫ്ലവർ ആണ്. ഇതെന്താണ്? വൈറ്റ് ഫ്ലവർ ആണ്. രണ്ടും എന്ത് ബ്രീഡിംഗ് ആണ്? ട്രൂ ബ്രീഡിംഗ്. ഏത് ചെടിയിലാണ് നടത്തിയത്? സ്നാപ്ഡ്രാഗൺ റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും നമ്മൾ ക്രോസ് നടത്തി. അതിനുശേഷം സ്വാഭാവികമായും മറ്റേ അതേപോലെ അല്ലെ, മറ്റേ അതേപോലെ ഗാമീറ്റ് എന്താണ്? ക്യാപിറ്റൽ ആർ. ഇതിന്റെ ഗാമീറ്റ് എന്താണ്? സ്മോൾ ആർ. ഇത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണോ ഡൈഹൈബ്രിഡ് ക്രോസ് ആണോ? മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലെ. എന്നിട്ട് അദ്ദേഹം ക്രോസ് നടത്തി. അദ്ദേഹത്തിന് ഒന്നാമത്തെ തലവ് നടത്തി. മെന്റൽ നടത്തി അതേപോലെ എക്സ്പെരിമെന്റ് നടത്തി. അദ്ദേഹത്തിന് ഒന്നാം തലമുറ കിട്ടി. ഒന്നാമത്തെ തലമുറ എന്തായാലും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. നിങ്ങൾ പറയും എന്ത് കളറാണ്? റെഡ് ഫ്ലവർ ആണ് എന്ന് പറയും. ആര് പറഞ്ഞ പോലെ? ഗ്രിഗർ ജോഹാൻ മെന്റൽ പറഞ്ഞ പോലെ. പക്ഷെ അദ്ദേഹത്തിന് റെഡ് ഫ്ലവർ അല്ല മക്കളെ കിട്ടിയത്. അദ്ദേഹത്തിന് കിട്ടിയ കളറാണ് മക്കളെ. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. എന്ത് കളറ്? പിങ്ക് കളറുള്ള ഫ്ലവർ കിട്ടി. എന്ത് കിട്ടി? പിങ്ക് ഫ്ലവർ കിട്ടി. ഗ്രിഗർ ജോഹാൻ മെന്റൽ എന്താ പറഞ്ഞത്? ഒന്നാം തലമുറയിൽ ഏതെങ്കിലും ഒരു പാരന്റിന്റെ ക്യാരക്ടർ അല്ലേ എക്സ്പ്രസ് ചെയ്യാം. ഇത് അച്ഛന്റെ സ്വഭാവമല്ല, അമ്മയുടെ സ്വഭാവം. ഒരു വെറൈറ്റി ക്യാരക്ടറും അല്ലെ. ഓരോരുത്തരും ആലോചിച്ച് നോക്കും മക്കളെ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ ആർ കോഡ് ഫോർ റെഡ് ഫ്ലവർ ആണ്. സ്മോൾ ആർ എന്താണ്? വൈറ്റ് ഫ്ലവർ ആണ്. ഇങ്ങനെയാണ് മെന്റൽ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ഇവരെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലവറിന്റെ കളർ അല്ലേ വരേണ്ടത്? എന്ത് കളറാ വരേണ്ടത്? റെഡ് ഫ്ലവർ അല്ലേ വേണ്ടത്? ഇത് ഏത് ലോയാണ്? കംപ്ലീറ്റ് ഡോമിനൻസിന്റെ ലോയാണ് അല്ലെ. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയത് എന്ത് കളറാണ്? പിങ്ക് ഫ്ലവർ ആണ്. എന്ത് കളറാണ്? പിങ്ക് ഫ്ലവർ ആണ്. അതായത് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ റെഡ് ആൻഡ് വൈറ്റ്. റെഡിനെയും വൈറ്റിനെയും ഇടയത്തെ ഒരു കളർ കിട്ടി. അദ്ദേഹം എന്ത് ചെയ്തു? മെന്റൽ ചെയ്ത പോലെ അതിനെ സെൽഫ് പോളിനേറ്റ് നടത്തി. സെൽഫ് പോളിനേഷൻ. ക്യാപിറ്റൽ ആർ സ്മോൾ ആറിലെ പോളൻഗ്രീന്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതെന്ത് കളറാണ് മക്കളെ? പിങ്ക് കളറാണ്. ഇതെന്ത് കളറാണ്? പിങ്ക് കളർ. അപ്പൊ ഇതിനകത്ത് നിന്നുണ്ടാവുന്ന ഗാമീറ്റ് ഏതാ? ലോസ് അഗ്രിഗേഷൻ പ്രകാരം ക്യാപിറ്റൽ ആർ ഉണ്ടാവും, സ്മോൾ ആർ ഉണ്ടാവും. ഇതിനകത്ത് രണ്ട് ക്യാപിറ്റൽ ആർ ഉണ്ടാവും, സ്മോൾ ആർ. ഏത് ലോയാണ്? ലോസ് അഗ്രിഗേഷൻ. ഇവൻ ഇതിനകത്തോട്ട് കയറുകയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? F2 തലമുറ ക്യാപിറ്റൽ ആർ. ഇവന്റെ സ്വഭാവം എന്താണ്? റെഡ് ഫ്ലവർ ഉള്ള ചെടിയാണ്. ഇവൻ ഇതിനകത്തോട്ട് കയറിയാലോ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവന്റെ സ്വഭാവം എന്താണ്? പിങ്ക് ഫ്ലവർ ആയിരിക്കും. നോക്കൂ മക്കളെ, പിങ്ക് ഫ്ലവർ ആയിരിക്കും. ഇവൻ ഇതിനകത്തോട്ട് കയറിയാലോ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. എന്ത് കളർ കിട്ടി? പിങ്ക് ഫ്ലവർ കിട്ടി. ഇവൻ ഇതിനകത്തോട്ട് കയറിയാലോ? സ്മോൾ ആർ. എന്ത് കിട്ടി? വൈറ്റ് കിട്ടി. ക്യാപിറ്റൽ ആർ റെഡും കിട്ടി, സ്മോൾ ആർ വൈറ്റും കിട്ടി. ഇവന്മാരെ എന്ത് കിട്ടി? പിങ്ക് കിട്ടി. എന്ത് കിട്ടി? പിങ്ക് കിട്ടി. ഇനി ഒന്ന് നോക്കൂ മക്കളെ, രസകരമായ ഒരു കാര്യം കാണിച്ചുതരാം. ഫീനോടൈപ്പിക് റേഷ്യോ എത്രയായിരുന്നു മക്കളെ? ഫീനോടൈപ്പിക് റേഷ്യോ നമ്മൾ പഠിച്ചത് മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോടൈപ്പിക് റേഷ്യോ എത്രയായിരുന്നു? 3:1. ഇവിടെ എത്ര നോക്കൂ? 1 റെഡ്, 2 പിങ്ക്, 1 വൈറ്റ്. അപ്പൊ എന്താ റേഷ്യോ? 1:2:1. ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ. മോണോ ഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ എത്ര വരേണ്ടത്? 3:1 അല്ലേ വരേണ്ടത്? എന്താ കിട്ടി? ഇതല്ലേ മക്കളെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്? താഴെ കാണിച്ചതല്ലേ റെഡ് വൈറ്റ്, അതാണല്ലോ ഫീനോടൈപ്പ്. അപ്പൊ ഇതെന്താണ്? ഒരു റെഡ് ഫ്ലവർ, 2 പിങ്ക്, 1 വൈറ്റ്. അതുകൊണ്ട് 1:2:1 ഫീനോടൈപ്പിക് റേഷ്യോ. ഇനി മോണോ ഹൈബ്രിഡ് ജീനോടൈപ്പിക് റേഷ്യോ ക്യാപിറ്റൽ ആർ 1, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ 2, സ്മോൾ ആർ 1. അപ്പൊ ആലോചിച്ച് നോക്കും മക്കളെ. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനെ കുറിച്ചാണ്? അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഈ കേസിനകത്ത് ഫീനോടൈപ്പിക് റേഷ്യോ 1:2:1 ആണ്, ജീനോടൈപ്പിക് റേഷ്യോ 1:2:1 ആണ്. ഇനി നോക്കാം എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്? ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ വന്നപ്പോൾ ഇതിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ വന്നു. അതായത് ഈ ക്യാപിറ്റൽ ആർ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ഓവർ സ്മോൾ ആർ. സാധാരണ ഗ്രിഗർ ജോഹാൻ മെന്റൽ പറഞ്ഞതാണെങ്കിൽ ഇവൻ ഇതിനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്ത് ഇവന്റെ സ്വഭാവമായ റെഡ് ഫ്ലവർ വരണം എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇവൻ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ആർ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനേറ്റഡ് ഓവർ സ്മോൾ ആർ. ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ ഇന്റർമീഡിയറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു, ഇൻകംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഇതിന്റെ ഇടയിലുള്ള റെഡിനെയും വൈറ്റിനെയും ഇടയിലുള്ള ഒരു കളർ വന്നു. അത് ഏത് കളർ വന്നു? പിങ്ക് ഫ്ലവർ. അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്രിഗർ ജോഹാൻ മെന്റലിന്റെ ഡോമിനൻസ് എന്ന് പറയുന്ന ആ ലോ ഓഫ് ഡോമിനൻസ് ഈസ് നോട്ട് യൂണിവേഴ്സൽ എന്ന് പറയും. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ആർ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനേറ്റഡ് ഓവർ സ്മോൾ ആർ. അപ്പൊ ഇൻ ദിസ് കേസ്, ഈ കേസിൽ ബോത്ത് ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ സൈമുൾട്ടേനിയസ്ലി എക്സ്പ്രസ്ഡ് പാർഷ്യലി. ക്യാപിറ്റൽ ആറും എക്സ്പ്രസ് ചെയ്തു, സ്മോൾ ആറും എക്സ്പ്രസ് ചെയ്തു. എങ്ങനെ? പാർഷ്യലി. അപ്പൊ അതിന്റെ ഫലം എന്ത് കളർ വന്നു?
പിങ്ക് കളർ വന്നു. കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാണ് ഇൻ മിറാബിലിസ് ജാലപ്പ റെഡ് ഫ്ലവർ ഈസ് ക്രോസ്ഡ് വിത്ത് വൈറ്റ് ഫ്ലവർ. അപ്പൊ ആലോചിക്കുക, രണ്ട് ചെടികളുടെ എക്സാമ്പിൾ ആയിരിക്കുക. മിറാബിലിസ് ജാലപ്പയായാലും സ്നാപ് ഡ്രാഗൺ ആയാലും ഇങ്ങനെയായിരിക്കും വരിക എന്നുള്ള കാര്യം എപ്പോഴായിരിക്കും. അല്ലാതെ മെന്റൽ ചെയ്ത മാതിരി അങ്ങനെ പോകരുത്. മിറാബിലിസ് ജാലപ്പയായാലും മീൻസ് 4 o'clock plant, പിന്നെ ആൻഡറൈനും മേജസ് ആയാലും നമ്മുടെ ഏത് സ്നാപ് ഡ്രാഗൺ ആയാലും റെഡ് ഫ്ലവർ വൈറ്റ് ഫ്ലവർ ആയിട്ട് ക്രോസ് ചെയ്ത റെഡ് ഫ്ലവർ എല്ലാം വരിക എന്ത് കളർ വരിക? പിങ്ക് കളർ. ഇറ്റ് ഈസ് ഡ്യൂ ടു incomplete dominance. ഇവിടെ എന്ത് വെച്ചു? capital R is incompletely dominated over small r. Here both capital R and small r expressed partially. Capital R small r expressed partially. So ഏത് കളർ വന്നു? capital R small intermediate character ആയ പിങ്ക് കളർ വന്നു. റെഡ് എന്ന് വിട്ടുപോയി വൈറ്റിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഏത് കളറാണ്? പിങ്ക് കളർ എന്ന് പറയുന്ന കളർ എക്സ്പ്രസ് ചെയ്തു. അപ്പൊ ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വന്നത് കൊണ്ടാണ് ഇതിന് എന്ത് കളർ വന്നത്? പിങ്ക് കളർ വന്നു. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണ്? ഫീനോട്ടിപ്പിക് റേഷ്യോ ഒരു റെഡ് 2 പിങ്ക് 1 വൈറ്റ് 1:2:1. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്? ഒരു ക്യാപിറ്റൽ 2 ക്യാപിറ്റൽ സ്മോൾ ഒരു സ്മോൾ 1:2:1. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും എത്രയാണ്? 1:2:1. ഇനി ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു എക്സാമ്പിൾ കൂടി ഉണ്ട്. മുങ്ങിയത്തെ മാത്രം കിട്ടുന്ന ഒരു എക്സാമ്പിൾ, അതുകൂടി ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ നമ്പർ 1 ഏതാണ്? എക്സാമ്പിൾ നമ്പർ 1 ഇതാണ്. അതായത് കാൾ കോറൻസ്, ജർമ്മനിയിലെ കാൾ കോറൻസ് നടത്തിയ എക്സ്പെരിമെന്റ് ആണ്. എന്തിനു വേണ്ടി? ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ കളർ. ഏതിനു മുകളിൽ? ഒന്ന് ആൻഡറൈനം സ്നാപ് ഡ്രാഗൺ ഡോഗ് ഫ്ലവർ, രണ്ടാമത്തേത് മിറാബിലിസ് ജാലപ്പ 4 o'clock ആണ്. അദ്ദേഹം റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും ക്രോസ് ചെയ്തപ്പോൾ മെന്റൽ ചെയ്ത് അതേപോലെ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ അദ്ദേഹം എക്സ്പെക്ട് ചെയ്തു ഏത് കളർ? വൺ ഓഫ് ദ പാനൽ ക്യാരക്ടർ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയത് ഏതാണ്? പിങ്ക് കളർ. ഇറ്റ് ഈസ് ഡ്യൂ ടു എന്ത് കളർ? ഇൻകംപ്ലീറ്റ്. ഇത് കംപ്ലീറ്റ് ഡോമിനൻസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവനെ കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്ത് ഇവന്റെ സ്വഭാവമായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ പിങ്ക് കളർ. ബിക്കോസ് ക്യാപിറ്റൽ ആർ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനേറ്റഡ് ഓവർ എന്ത്? സ്മോൾ ആർ. ബോത്ത് ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ എക്സ്പ്രസ്ഡ് themselves എന്ത്? പാർഷ്യലി. ഇറ്റ് റിസൾട്ട് എന്തിന്റെ ഫലമായിട്ട് എന്ത് കളർ വന്നു? ഇന്റർമീഡിയറ്റ് കളറായ പിങ്ക് കളർ വന്നു. ഇനി രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് കടക്കാം. ഏതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിൾ. അതിൽ ആദ്യത്തെ ഹെഡിങ് ഏതാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ആ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ എക്സാമ്പിൾ ഒന്നാമത്തെ എക്സാമ്പിൾ എന്തിനെ കുറിച്ച് പഠിച്ചു? അതെ, ഒന്നാമത്തെ എക്സാമ്പിൾ ഡോഗ് ഫ്ലവർ അല്ലെ. ആരാ പരീക്ഷണം നടത്തിയത്? കാൾ കോറൻസ്. എവിടെയുള്ള ആളായിരുന്നു? ജർമ്മനി. കാൾ കോറൻസ് ഓഫ് ജർമ്മനി കണ്ടക്ടഡ് എക്സ്പെരിമെന്റ് ഇൻ ഡോഗ് ഫ്ലവർ അല്ലെ. ഡോഗ് ഫ്ലവറിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്നാപ്പ് ഡ്രാഗൺ എന്ന് വിളിക്കാം. സ്നാപ്പ് ഡ്രാഗൺ. പിന്നെ സയന്റിഫിക് നെയിം എന്തായിരുന്നു മക്കളെ? ആന്റിറൈനം സ്പീഷീസ് അല്ലെ. ആന്റിറൈനം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം വേറൊരു ചെടിയുടെ മോള് നടത്തിയിരുന്നല്ലോ. അതിന്റെ പേരെന്തായിരുന്നു? 4 o'clock plant. എന്താ അതിന്റെ സയന്റിഫിക് നെയിം? മിറാബിലിസ് ജാലപ്പ. മിറാബിലിസ് ജാലപ്പ എന്ന് പറയുന്ന ചെടി. അതിന്റെ കോമൺ നെയിം എന്തായിരുന്നു? 4 മണി 4 o'clock plant അല്ലെ. ഈ 4 o'clock plant. അപ്പൊ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങളുടെ എക്സാമിന് ചോദിക്കുകയാണ് ഇൻ ഡോഗ് ഫ്ലവർ, അല്ലെങ്കിൽ ഇൻ സ്നാപ് ഡ്രാഗൺ, അല്ലെങ്കിൽ ഇൻ ആൻഡിറൈനം, അല്ലെങ്കിൽ ഇൻ മിറാബിലിസ് ജാലപ്പ, അല്ലെങ്കിൽ ഇൻ 4 o'clock plant റെഡ് ഫ്ലവർ ഈസ് ക്രോസ്ഡ് വിത്ത് വൈറ്റ് ഫ്ലവർ. അത് അല്ലെങ്കിൽ ആന്റിറൈനത്തിനകത്ത് റെഡ് ഫ്ലവർ വൈറ്റ് ഫ്ലവർ ആയിട്ട് ക്രോസ് നടത്തി അത് F2 വരെ ഉണ്ടാക്കുക എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നല്ലെടുപ്പല്ലേ, റെഡ് ക്രോസ് ചെയ്തിട്ട് വൈറ്റ് ആയിട്ട് ആദ്യത്തെ തലമുറ തന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഉറപ്പാണ് ക്രിക്കറ്റ് ഗവൺമെന്റിൽ പറഞ്ഞ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്താണ്? റെഡ് ആണ്. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എന്ത് കളറാണ്? ഇന്റർമീഡിയറ്റ് കളർ ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും ഈ ക്യാപിറ്റൽ? അതായത് എന്ത് ചെയ്യണം? F2 വരെ ഉണ്ടാക്കുന്ന നല്ലൊരു പണറിയാം ചെയ്തു. അപ്പൊ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആർ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനേറ്റഡ് ഓവർ സ്മോൾ ആർ. ബോത്ത് ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ ആർ എക്സ്പ്രസ്ഡ് പാർഷ്യലി. അപ്പൊ ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ഏത് കളറാണ്? പിങ്ക് കളറാണ്. കാര്യം ആലോചിക്കാം. ഇനി ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കണം. ആ കാര്യം എന്താണെന്നറിയോ? എന്താ കാര്യം എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനകത്ത് ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും എത്രയാണ്? 1:2:1 ആളെ കാര്യം എപ്പോഴും ആലോചിക്കുക. എക്സാമ്പിൾ നമ്പർ 2. എക്സാമ്പിൾ നമ്പർ 2 ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലെ രണ്ടാമത്തെ എക്സാമ്പിൾ. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് മുങ്ങിത്തപ്പിയാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഏത് എക്സാമ്പിൾ? രണ്ടാമത്തെ എക്സാമ്പിൾ. എക്സാമ്പിളിന്റെ പേരാണ് മക്കളെ സ്റ്റാർച്ച് സിന്തസിസ്. സ്റ്റാർച്ച് സിന്തസിസ് in
പീ സീഡ്, അതായത് പയറ് ചെടിയുടെ വിത്തിനകത്തുള്ള സ്റ്റാർച്ച് സിന്തസിസ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പയർ വിത്തിന്റെ അകത്ത് സ്റ്റാർച്ച് ഉണ്ടാകണേ എന്ന് തീരുമാനിക്കാൻ ഒരു ജീൻ ഉണ്ട്, ഒരൊറ്റ ജീൻ. ആ ജീനിന് 2 അലീലുകളുണ്ട്, ക്യാപിറ്റൽ ബി ഉണ്ട്, സ്മോൾ ബി ഉണ്ട്. അപ്പോ പയർ വിത്തിനകത്തുള്ള സ്റ്റാർച്ച് ഉണ്ടാകണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഒരു ജീൻ ഉണ്ട്, 1 ജീൻ. ഇറ്റ് കൺട്രോൾ ദ സിന്തസിസ് ഓഫ് സ്റ്റാർച്ച് ഇൻ പീ സീഡിനകത്തുള്ള സ്റ്റാർച്ച് സിന്തസിസിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീൻ ഉണ്ട്. ആ ഒരു ജീനിന് 2 അലീലുണ്ട്, ക്യാപിറ്റൽ ബി ഉണ്ട്, സ്മോൾ ബി ഉണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കൂ, ക്യാപിറ്റൽ ബി വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എഫക്റ്റീവ്ലി സ്റ്റാർച്ച് സിന്തസിസ് ആണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടിനകത്ത് ഹൈലി എഫക്റ്റീവ് ഇൻ സ്റ്റാർച്ച് സിന്തസിസ് ആണ്. അതിന്റെ ഫലമായി ഇങ്ങനത്തെ ചെടിയുടെ വിത്തിനകത്ത് ലാർജ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ടാവും, ഇനി അടുത്തത്, ഇങ്ങനെയുള്ള ഒരു ചെടിയുടെ അകത്ത് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ലെസ്സർ എഫിഷ്യൻസി ഇൻ സ്റ്റാർച്ച് സിന്തസിസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ചെടിയുടെ അകത്ത് സ്റ്റാർച്ച് ഗ്രെയിൻ എന്ത് ചെയ്യും, വളരെയധികം സ്മോൾ സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ്, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ. ഉണ്ട് മക്കളെ, ടെക്സ്റ്റ് ബുക്ക് മുങ്ങിത്തപ്പ്. അപ്പൊ ഈ എക്സാമ്പിൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അല്ലെ? അതെ. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ, സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്. പയറ് ചെടിയുടെ വിത്തിനകത്തുള്ള സ്റ്റാർച്ചിനെ സിന്തസൈസ് ചെയ്യാൻ സഹായിക്കാൻ ഒരു ജീൻ ഉണ്ട്. ആ ജീനിന് 2 അലീലുണ്ട്, ക്യാപിറ്റൽ ബി, സ്മോൾ ബി. ക്യാപിറ്റൽ ബി അങ്ങനത്തെ അലീലിന്റെ പ്രത്യേകത എന്താ, ഇറ്റ് ഈസ് സിന്തസൈസ് സ്റ്റാർച്ച് എഫക്റ്റീവ്ലി. അങ്ങനത്തെ ചെടികൾ ധാരാളം സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്യും. അങ്ങനത്തെ സ്റ്റാർച്ച് ഗ്രെയിന്റെ സൈസ് ലാർജ് സൈസ് ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത ലെസ്സർ എഫിഷ്യൻസി ഇൻ സ്റ്റാർച്ച് സിന്തസിസ്. ഇങ്ങനത്തെ ചെടിയുടെ വിത്തിനകത്തുനിന്നായിരിക്കും സ്റ്റാർച്ച് ഗ്രെയിൻ കുഞ്ഞു വളരെ സ്മോൾ സൈസിൽ സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനി ഇങ്ങനെ ആയാൽ എന്താ സംഭവിക്കാന്ന് വിചാരിക്കുന്നുണ്ടാവും. എങ്ങനെ? ഇതാണ് ട്വിസ്റ്റ്, ക്യാപിറ്റൽ ബി, സ്മോൾ ബി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറ് മക്കളെ, ഇന്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും ഉണ്ടാവുക. എന്ത് സൈസ്ഡ്? ഇന്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും ഉണ്ടാവുക. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എന്ത് ഡോമിനൻസ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. മക്കളെ ആലോചിച്ച് നോക്കൂ, ഈ കേസ് ഒന്ന് എടുത്ത് നോക്കും. ക്യാപിറ്റൽ ബി, സ്മോൾ ബി, ഇത് എന്തിന്റെ സ്വഭാവം? ഹയർ എഫിഷ്യൻസി ലാർജ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ടാവും. ഇതോ ലെസ്സർ എഫിഷ്യൻസി സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ടാവും അല്ലെ? ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്താ പറഞ്ഞത്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്ത് ഇവന്റെ സ്വഭാവം കാണിക്കും. എന്ത്? ലാർജ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ടാകും എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ. പക്ഷെ ഇതിന്റെ കേസിൽ എന്ത് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ടായത്? ഇന്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ. അതിന് കാരണം ക്യാപിറ്റൽ ബി ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനേറ്റഡ് ഓവർ സ്മോൾ ബി. അതിന്റെ ഫലമായിട്ട് ബോത്ത് ക്യാപിറ്റൽ ബി ആൻഡ് സ്മോൾ ബി എക്സ്പ്രസ്ഡ് പാർഷ്യലി എക്സ്പ്രസ്ഡ്. അതിന്റെ ഫലമായി ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ, ലാർജ് സൈസും അല്ല സ്മോൾ സൈസും അല്ല, ഇന്റർമീഡിയറ്റ് സൈസുള്ള സ്റ്റാർച്ച് ഗ്രെയിൻ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇതെന്തിന് എക്സാമ്പിൾ ആണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, എന്താണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ? യൂണിവേഴ്സൽ ആണോ? അല്ല. അപ്പൊ ഈ 2 എക്സാമ്പിളുകളും പരീക്ഷയ്ക്ക് പഠിക്കുക. ഏതൊക്കെ എക്സാമ്പിൾ? ഒന്ന് ഡോഗ് ഫ്ലവർ അല്ലെങ്കിൽ മിറാബിലിസ് സ്റ്റാർച്ച് എക്സാമ്പിൾ, രണ്ടാമത്തെ സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ് എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണ്? മെന്റലിന്റെ തത്വങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്? അല്ല. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിൾ. മെന്റലിന്റെ പ്രിൻസിപ്പിളിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഹെഡിങ് എന്ന് പഠിച്ചു, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് കോഡോമിനൻസ്. കോഡോമിനൻസ് നമ്മൾ ആദ്യം പറഞ്ഞു. ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്ത് പറഞ്ഞു? കംപ്ലീറ്റ് ഡോമിനൻസ് പറഞ്ഞു അല്ലെ? അതിനുശേഷം നമ്മൾ ഡീവിയേഷൻ ആദ്യത്തെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഒരു അലീൽ മറ്റേ അലീലിനെ ഇൻകംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യും. അത് ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ഉണ്ടാവും അല്ലെ? ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ നമ്മൾ 2 എക്സാമ്പിളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? കോഡോമിനൻസിനെ കുറിച്ചാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ 2 അലീലുകളും ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ എക്സ്പ്രസ് ചെയ്യാം. ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്താ പറഞ്ഞേ? ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഒന്നിനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യും അല്ലെ? അത് ഗ്രിഗർ ജോഹാൻ മെൻഡൽ പറഞ്ഞു. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലോ ഇവനെ ഇൻകംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യും.
അല്ലെ? അപ്പൊ രണ്ടുപേരും പാർഷ്യലി എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ, ഇതിന്റെ ഇടയത്തൊരു ക്യാരക്ടർ, അതാണല്ലോ നമ്മള് പിന്നെ സ്റ്റാർച്ച് സൈസ്, ഇന്റർമീഡിയറ്റ് സൈസ് ഒക്കെ പറഞ്ഞത്. ഇനി എന്താണ് കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ? കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഇതും എക്സ്പ്രസ് ചെയ്യാം, ഇതും എക്സ്പ്രസ് ചെയ്യാം. ഗർഗച്ചോർമെന്റിൽ ഏതെങ്കിലും ഒന്ന് ഡോമിനേറ്റ് ചെയ്യുന്നല്ല പറഞ്ഞു. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇത് ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിൾ. മെന്റലിന്റെ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ച രണ്ടാമത്തെ എക്സാമ്പിൾ ഏതാണോ, രണ്ടാമത്തെ കാര്യം ഏതാണോ? കോഡോമിനൻസ് എന്ന് പറയും. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ ബീങ്. മനുഷ്യന്റെ അകത്തുള്ള ABO ബ്ലഡ് ഗ്രൂപ്പ് കണ്ടിട്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമ്മുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാ മക്കളെ? നമ്മുടെ ശരീരത്തിനകത്തുള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയാ? A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്. ഇതിലെ ഇതിനാണ് ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എന്ത്? കോഡോമിനൻസ് എന്ന് പറയും. പറഞ്ഞുതരാം. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന്റെ പേരാണ് IG എന്ന് പറയും. ക്യാപിറ്റൽ IG. ഈ IG-ന 3 അലീലുണ്ട്. ഈ IG-ന് എത്ര അലീലുണ്ട്? 3 അലീലുണ്ട്. ഏതൊക്കെ അലീല്? IA, IB, I. ഇതൊന്നും കണ്ടിട്ട് ടെൻഷൻ അടിക്കണ്ട. ഇത് ഏതുപോലെ തന്നെയാണ്, ക്യാപിറ്റൽ D, സ്മോൾ t, അതൊക്കെ തന്നെയാണ് ഇത്. ഓക്കെ, സാധാരണ ഒരു ജീനിന് 2 അലീലുകളല്ലേ ഉണ്ടാവുള്ളൂ. ഉദാഹരണമായി ഷേപ്പ് എന്ന് പറയുന്ന, സീഡ് ഷേപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീൻ ഉണ്ട്. ആ ഒരു ജീൻ 2 അലീൽ ഏതൊക്കെ? ക്യാപിറ്റൽ R, സ്മോൾ r. അതേപോലെ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീൻ ഉണ്ട്. ആ ഒരു ജീന് 2 അലീലൊക്കെ ക്യാപിറ്റൽ D, സ്മോൾ t. നേരത്തെ പഠിച്ചു സ്റ്റാർച്ച് ഗ്രെയിന്റെ സൈസ്, അതിനെ കൺട്രോൾ ചെയ്യാൻ 2 അലീൽ ക്യാപിറ്റൽ B, സ്മോൾ b. അപ്പൊ ഒരു ജീനിന് സാധാരണ 2 അലീലുകൾ ഉണ്ടാവാറുള്ളൂ. 2ൽ കൂടുതൽ അലീലുകൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ അലീൽ. അത് അടുത്ത സെഷനാണ്, ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാം. സോ മൾട്ടിപ്പിൾ അലീൽസിന് ഏത് എക്സാമ്പിൾ തന്നെയാണ്? ABO ബ്ലഡ് ഗ്രൂപ്പും എക്സാമ്പിൾ ആണ്. സോ കോഡോമിനൻസിനും മൾട്ടിപ്പിൾ അലീൽസിനും ഏത് എക്സാമ്പിൾ ആണ്? ABO ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ ബീങ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഏതാണ് മക്കളെ? കോഡോമിനൻസ്. ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് I ജീന്. ഈ I ജീന് 3 അലീലുകളുണ്ട്. ഏതൊക്കെയാണ്? IA, IB, I. എന്താ സറി IA? ഈ IA എന്ന് പറയുന്ന അലീൽ ഒരു ഷുഗർ ഉണ്ടാക്കും. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ആ ഷുഗറിന് പേര് ഷുഗർ A. IB ഒരു ഷുഗർ ഉണ്ടാക്കും. ആ ഷുഗർ മനസ്സിലാക്കാൻ വേണ്ടി പേര് ഷുഗർ B. ആക്ച്വലി അതൊരു ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്, ഷുഗർ തന്നെയാണ്. ഈ I എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ I എന്ന് പറയുന്നാൽ എന്തുണ്ടാക്കില്ല മക്കളെ? ഷുഗർ ഉണ്ടാക്കില്ല, പഞ്ചാര ഉണ്ടാക്കില്ല. ഈ പഞ്ചാരകളൊക്കെ എവിടെയാ കാണുന്നത്? നമ്മുടെ RBCയുടെ പ്ലാസ്മ മെമ്പറിന്റെ മുകളിൽ ഇങ്ങനെ കാണാണ്. RBCയുടെ പ്ലാസ്മ മെമ്പറിന് മുകളിൽ കാണാം. അപ്പൊ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള സാധനങ്ങളാണോ? അതെ, നോക്കി നോക്കൂ, പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ABO നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഏതാ? കോഡോമിനൻസ്. കോഡോമിനൻസിന് എക്സാമ്പിൾ ഏതാണ്? ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ ബീങ്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല എന്താണ് കോഡോമിനൻസ് എന്നുള്ളത്, അല്ലെ? പറഞ്ഞു തരാം, എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ ബീങ് ഈസ് കൺട്രോൾഡ് ബൈ IG. ബ്ലഡ് ഗ്രൂപ്പിംഗിനെ കൺട്രോൾ ചെയ്യുന്ന ജീന്റെ പേരെന്താണ്? IG. ഇമ്പോർട്ടന്റ് ആണ്. ഒരു ജീന് സാധാരണ എത്ര അലീലോ? 2 അലീൽ. 2ലധികം അലീലുണ്ട് ഇതിന്, അല്ലെ? ഏതൊക്കെ? IA എന്ന് പറയുന്ന അലീലുണ്ട്, IB എന്ന് പറയുന്ന അലീലുണ്ട്, സ്മോൾ ലെറ്റർ I എന്ന് പറയുന്ന അലീൽ. നമ്മൾ ക്യാപിറ്റൽ B, സ്മോൾ b എന്നൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഇത് ഒരു ജീനിന് 3 അലീൽ, 2ലധികം അലീൽ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നവരാ മൾട്ടിപ്പിൾ അലീൽ. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ ബീങ് ഈസ് കൺട്രോൾഡ് ബൈ ഏത് ജീന് മക്കളെ? IG. IG-ന് 3 അലീലുകൾ ഏതൊക്കെ? IA, IB, I. IA ആലോചിക്കുക, IA, IB, I. IA എന്ന് പറയുന്ന അലീൽ ഒരു ഷുഗർ ഉണ്ടാക്കും. IB എന്ന് പറയുന്ന അലീൽ മറ്റൊരു ഷുഗർ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷുഗർ, സ്ലൈറ്റ്ലി ഷുഗറിനേക്കാൾ കുറച്ച് വ്യത്യാസമുള്ള ഷുഗർ, സ്ലൈറ്റ്ലി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷുഗർ. ഷുഗർ B എന്നിട്ടു സ്മോൾ ലെറ്റർ I എന്തുണ്ടാക്കൂല? പഞ്ചാര ഉണ്ടാക്കില്ല. ഈ ഷുഗർ ഒക്കെ ഏതിന് പുറത്താ കാണുന്നത്? RBCയുടെ പുറത്താ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ RBCയുടെ പ്ലാസ്മ മെമ്പറിന് മുകളിൽ പ്രൊട്രൂഡ് ചെയ്തിട്ടാണ് എന്ത് കാണുന്നത്? ഷുഗർ കാണുന്നത്. അപ്പൊ RBCന്റെ പുറത്ത് ഷുഗർ എങ്ങനെ തള്ളി നിൽക്കുകയാണ് ചെയ്യുക? പ്രൊട്രൂഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ തള്ളി നിൽക്കുക, പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുക. സോ IA അലീലുകളുള്ള ആൾക്കാരുടെ RBCയുടെ മുകളിൽ, RBCയുടെ പ്ലാസ്മ മെമ്പറിന്റെ മുകളിൽ ആരിങ്ങനെ തള്ളി നിൽക്കും? ഷുഗർ ഇങ്ങനെ തള്ളി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ IBന്റെ പുറത്ത് ആരെ തള്ളി നിൽക്കുക? ഷുഗർ B ഇങ്ങനെ തള്ളി നിൽക്കും, ഷുഗർ B ഇങ്ങനെ തള്ളി നിൽക്കുക ചെയ്യുക. ഇവരുടെ ഈ സ്മോൾ ലെറ്റർ I എന്നുള്ളവരുടെ RBCയുടെ മുകളിൽ എന്തുണ്ടാവില്ല? ഷുഗർ പോളിമർ പ്രൊട്രൂഡ് ആണ്. സോ ദീസ് ഷുഗർ പോളിമേഴ്സ് ആർ പ്രസന്റ് ഓൺ ദ പ്ലാസ്മ മെമ്പറൈൻ ഓഫ് RBC and that is protrude. അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുക ചെയ്ത്. ഇനി ഡിസ്കസ് ചെയ്യാം.
ഇനി ശ്രദ്ധിച്ചു കേൾക്കും, മനസ്സിലാവും സുഹൃത്തുക്കളെ, മനസ്സിലാവും. അപ്പൊ ആരുടെങ്കിലും ഇതൊരു സ്വഭാവമാണോ? അല്ല. ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കാൻ എത്ര അലീലുകൾ വേണം മക്കളെ? 2 അലീല് വേണം. അപ്പൊ ആരുടെങ്കിലും ആരുടെങ്കിലും ക്രോമസോമിന് ഇങ്ങനെയാണുള്ളതെങ്കിൽ ഐ ആണുള്ളെങ്കിൽ അയാൾ ഏത് ഗ്രൂപ്പ് ആയിരിക്കും? ഞാൻ ഇവിടെ എഴുതാം. അയാൾ ഏത് ഗ്രൂപ്പ് ആയിരിക്കും മക്കളെ? എ ഗ്രൂപ്പ് ആയിരിക്കും. ഏത് ഗ്രൂപ്പ് ആയിരിക്കും? എ ഗ്രൂപ്പ് ആയിരിക്കും. നോക്ക്, അയാളുടെ RBCയുടെ മുകളിൽ ഫുള്ള് എന്തായിരിക്കും തള്ളി നിൽക്കുന്നത്? അയാളുടെ RBCയുടെ പ്ലാസ്മ മെമ്പറിന് മുകളിൽ ഷുഗർ എ ആയിരിക്കും തള്ളി നിൽക്കുന്നത്. ഇനി ഇങ്ങോട്ടൊക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കണം, ഐ വന്നാൽ എന്താ സംഭവിക്കുക? ഈ ഐ ഷുഗർ ഉണ്ടാക്കൂലേ? ഉണ്ടാക്കും. സ്മോൾ ഐ ഷുഗർ ഉണ്ടാക്കുവോ? ഇല്ല. അപ്പൊ ഇവനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തില്ലേ? ആരുടെ സ്വഭാവം ഇവിടെ എക്സ്പ്രസ് ചെയ്ത്? ഐയുടെ സ്വഭാവമാണ് എക്സ്പ്രസ് ചെയ്ത്. സോ ഇറ്റ് ഈസ് എന്ത് ഗ്രൂപ്പാണ്? എ ഗ്രൂപ്പാണ്. മനസ്സിലായില്ല? നോക്കു മക്കളെ, ഐ വന്നു കഴിഞ്ഞാൽ ഐ ഷുഗർ ഉണ്ടാക്കിയില്ലേ? ഏത് ഷുഗർ സ്മോൾ ഐ ഷുഗർ ഉണ്ടാക്കിയില്ല. അപ്പൊ ഇവരുടെ RBCയുടെ മുകളിൽ ഏത് മാത്രം തള്ളി നിൽക്കുക? ഷുഗർ എ ആയിരിക്കും. അവന്മാർ ഏത് ഗ്രൂപ്പ് ആയിരിക്കും? എ ഗ്രൂപ്പ് ആയിരിക്കും. സോ ദിസ് ഐ is completely dominate over small i. ആര് പറഞ്ഞ പോലെ? ഗ്രിഗർ ജോഹൻ മെന്റൽ പറഞ്ഞ പോലെ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സാർ ഡീവിയേഷനിൽ ഡിസ്കസ് ചെയ്യുന്ന അതേ മക്കളെ, ദിസ് ഈസ് an example for complete dominance. എന്തൊരു എക്സാമ്പിൾ ആണ്? കംപ്ലീറ്റ് ഡോമിനൻസ്. ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു തരാം. ഇനി നോക്ക്, ബിന്റെ എങ്ങനെയായിരിക്കും? ഐ ബി വന്നു കഴിഞ്ഞാൽ അവർ ഏത് ഗ്രൂപ്പുള്ളവരാണ്? ബി ഗ്രൂപ്പുള്ളവരാണ്. ആ ബി ഗ്രൂപ്പുള്ള ആളുടെ പ്ലാസ്മ മെമ്പറിന്റെ മുകളിൽ ഏത് ഷുഗർ ആയിരിക്കും? ഷുഗർ ബി. ഐ വന്നു കഴിഞ്ഞാലും ഐ വന്നു കഴിഞ്ഞാലും ഏത് ഗ്രൂപ്പ് തന്നെയാണ്? ബി ഗ്രൂപ്പാണ്. നോക്ക്, ഐ കാരണം ഐ ഷുഗർ ഉണ്ടാക്കും, സ്മോൾ ഐ ഷുഗർ ഉണ്ടാക്കും? ഇല്ല. അപ്പൊ ആരുടെ സ്വഭാവം എക്സ്പ്രസ് ചെയ്തു? ഈ ഷുഗർ ഉള്ള ആളുടെ സ്വഭാവം എക്സ്പ്രസ് ചെയ്തു. അപ്പൊ ഷുഗർ RBCയുടെ മുകളിൽ ബി ഷുഗർ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇവനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു. അപ്പൊ ഏത് ഗ്രൂപ്പായി മക്കളെ? ബി ഗ്രൂപ്പായി. ദിസ് ഈസ് an example for complete dominance. ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? കംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആണ്. ഇനി ലാസ്റ്റ് നോക്കാം, O ഗ്രൂപ്പ്. O ഗ്രൂപ്പിന് എങ്ങനെയാണ് മക്കളെ? സ്മോൾ ഐ ആണ്. അവിടെ RBCയുടെ മുകളിൽ ഷുഗർ ഉണ്ടാവുമോ? ഇല്ല. പാവപ്പെട്ട ആൾക്കാരാണ്. ഞാൻ O ഗ്രൂപ്പാണ്. പഞ്ചസാര ഇല്ലാത്തവന്മാരാണ്. അവരുടെ RBCയുടെ മുകളിൽ ഷുഗർ എയും ഉണ്ടാവില്ല, ഷുഗർ ബി ഉണ്ടാവില്ല. അവരെന്താണ്? ഇങ്ങനെയാണ് അവരെ റെപ്രസെന്റ് ചെയ്യുക. ഇനിയാണ് മക്കളെ ട്വിസ്റ്റ്. ഏത് ഗ്രൂപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? എ ബി ഗ്രൂപ്പ്. എ ബി ഗ്രൂപ്പിന്റെ ജീനോടൈപ്പ് എന്താണ് അറിയോ? IAIB. എന്ത് മക്കളെ? IAIB. ഇങ്ങനെ ഒരു കേസില് ഇവനും ഷുഗർ ഉണ്ടാക്കും, ഇവനും ഷുഗർ ഉണ്ടാക്കും. ഇത് മക്കളെ ഹോമോസൈഗസ് അല്ലേ? ഹോമോസൈഗസ്. ഇത് ഹെട്രോസൈഗസ് അല്ലേ? ഹെട്രോസൈഗസ്. ഈ ഹെട്രോസൈഗസിൽ ഇവനല്ലേ ഡോമിനേറ്റ് ചെയ്ത്? അതുകൊണ്ടല്ലേ എ ഗ്രൂപ്പ് കംപ്ലീറ്റ് ഡോമിനൻസ്. ഇവൻ ഹോമോസൈഗസ് അല്ലേ? അതെ. ഇവൻ ഹെട്രോസൈഗസ് അല്ലേ? അതെ. ഇത് ഹോമോസൈഗസ് അല്ലേ? അതെ. അടുത്തത് ഏത് ഗ്രൂപ്പിനെ കുറിച്ചാണ്? എ ബി ഗ്രൂപ്പ്. ഈ എ ബി ഗ്രൂപ്പ് നോക്കി നോക്കും മക്കളെ. എ ബി ഗ്രൂപ്പ് IAIB. ഇത് ഹോമോസൈഗസ് ഹെട്രോസൈഗസോ? ഹെട്രോസൈഗസ്. ഐ ഒരു ടൈപ്പ് ഷുഗർ ഉണ്ടാക്കും. അതാണോ IB ഉണ്ടാക്കുക? അല്ല. രണ്ടുപേരുടെയും ഷുഗറും എന്ത് ചെയ്തു? എക്സ്പ്രസ് ചെയ്തു. അപ്പൊ RBCയുടെ മുകളിൽ എ ഷുഗറും ഉണ്ടാകും, പിന്നെ എന്ത് ഷുഗറും ഉണ്ടാകും മക്കളെ? എ ഷുഗർ ഉണ്ടാകും, പിന്നെ എന്ത് ഷുഗർ ഉണ്ടാകും? ബി ഷുഗറും ഉണ്ടാകും. അപ്പൊ ഇവന്മാരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എ ബി ഗ്രൂപ്പ്. അതായത് മക്കളെ ഗ്രിഗർ ജോഹൻ മെന്റൽ എന്താ പറഞ്ഞത്? ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒന്നിനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യുന്ന ആളല്ലേ ഡോമിനന്റ് ആവുക. കാണിക്കാത്ത സ്വഭാവം സപ്രസ് ചെയ്ത് കിടക്കല്ലേ ചെയ്യുക. ഇവിടെ നോക്കി, ഇതൊരു ഹെട്രോസൈഗസ് കണ്ടീഷനാ. ഇവനും എക്സ്പ്രസ് ചെയ്ത് ഷുഗർ എ ടൈപ്പ് ഉണ്ടാക്കി, ഇവനും എക്സ്പ്രസ് ചെയ്ത് ഷുഗർ ബി ടൈപ്പ് ഉണ്ടാക്കി. അപ്പൊ രണ്ടുപേരും ഹെട്രോസൈഗസിൽ എക്സ്പ്രസ് ചെയ്തു. That is called എന്ത് ഡോമിനൻസ്? കോഡോമിനൻസ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഡോമിനൻസിൽ എന്താ സംഭവിക്കുക? ഒന്നിനെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്ത് ഒന്ന് മാത്രം എക്സ്പ്രസ് ചെയ്യുന്നതാണ് കംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലോ ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ വരുന്നതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇത് എന്ത് ഡോമിനൻസ് ആണ്? കോഡോമിനൻസ് ആണ്. കോഡോമിനൻസ് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ രണ്ടുപേരും ഡോമിനേറ്റ് ചെയ്യാം. ഇവനും ഡോമിനേറ്റ് ചെയ്തു, ഇവനും ഡോമിനേറ്റ് ചെയ്തു. അപ്പൊ രണ്ടുപേരും ഡോമിനേറ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരുടെ ക്യാരക്ടർ വന്ന് നോക്ക്. RBCയുടെ മുകളിൽ ഷുഗർ എയും വന്നു, ഷുഗർ ബിയും വന്നു. അപ്പൊ അവർ ഏത് ഗ്രൂപ്പായി? എ ബി ഗ്രൂപ്പായി. സോ ഇൻ കോഡോമിനൻസിന് എക്സാമ്പിൾ ഏതാണ്? ആക്ച്വലി എ ബിഒ ബ്ലഡ് ഗ്രൂപ്പിലെ ഏതാണ് എക്സാമ്പിൾ? എ ബി ബ്ലഡ് ഗ്രൂപ്പാണ് എക്സാമ്പിൾ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതൊക്കെയല്ലേ ജീനോ ടൈപ്പുകൾ അല്ലേ? ഇതിന്റെ സ്വഭാവം ഏതാ? ബ്ലഡ് ഗ്രൂപ്പ്. അതായത് എ ബി ഒ ഇവന്മാരാണ് ഫീനോടൈപ്പ്. അപ്പൊ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പില് എത്ര ഫീനോടൈപ്പ് ഉണ്ട്? 4 ഫീനോടൈപ്പ്. ഏതൊക്കെ? എ ബി ഒ. എത്ര ജീനോടൈപ്പ് ഉണ്ട്? നോക്ക്, 1 2 3 4 5 6 ജീനോടൈപ്പ്. സോ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പില് 4 ഫീനോടൈപ്പ് ഉണ്ട്, 6 ജീനോടൈപ്പ് ഉണ്ട്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന രണ്ടലിലും രണ്ടുപേരും എക്സ്പ്രസ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? കോഡോമിനൻസ്. രണ്ടുപേരും ഡോമിനേറ്റ് ചെയ്തു. മനസ്സിലായല്ലോ?
ഇനി നമുക്ക് ഇത് വെച്ച് നമുക്ക് പല കളികളും കളിക്കാൻ കഴിയും അല്ലെ, ജീവിതത്തിലെ പല ഉപകാരം ഉണ്ടാവും ഇതുകൊണ്ട് അല്ലെ. ഉദാഹരണമായി പറയാം, എന്റെ പേരെന്താ നിങ്ങൾക്കറിയാം, എന്റെ പേര് നവാസ്, എന്റെ ഭാര്യയുടെ പേര് ലുലു. ഓക്കെ, എന്റെ ഭാര്യയുടെ പേര് എന്താണ്? ലുലു. ഓക്കെ, ലുലു മാൾ എന്റെതല്ല കേട്ടോ. അപ്പൊ നവാസ്, ലുലു. ഈ നവാസിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് അറിയോ? O ആണ്. വൈഫിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O ആണ്. രണ്ടുപേരും O ഗ്രൂപ്പ് ആണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ലുലുവിന്റെ നവാസിന്റെ ജീനോടൈപ്പ് ഏതാ? O ഗ്രൂപ്പ് I. സ്മോൾ ലെറ്റർ I അല്ലേ? വൈഫിന്റെ ജീനോടൈപ്പ് ഏതാ? സ്മോൾ ലെറ്റർ I. ഇത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ? ഹോമോസൈഗസ്. അപ്പൊ ആകെ ഇതിനകത്തുനിന്ന് ഒരു ഗാമീറ്റ് ഉണ്ടാവുള്ളൂ. ഇതിനകത്തുനിന്ന് ആകെ ഒരു ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിനകത്തുനിന്ന് ഉണ്ടാവുന്ന കുട്ടി ഏതാ? ഇത് സ്പെർമല്ലേ, ഇത് എഗ്ഗല്ലേ? ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടികളെല്ലാം എന്ത് ഗ്രൂപ്പ് ആയിരിക്കും? O ഗ്രൂപ്പ് ആയിരിക്കും. എനിക്ക് 2 മക്കളുള്ളത്. ആദ്യത്തെ കുട്ടിയുടെ പേര് മിഷൽ, O ഗ്രൂപ്പാണ്. രണ്ടാമത്തെ കുട്ടിയുടെ പേര് മിറ, O ഗ്രൂപ്പാണ്. എത്ര കുട്ടികളുണ്ടായാലും നവാസിന് 10 കുട്ടികളുണ്ടായും 10 കുട്ടികളും ഏത് ഗ്രൂപ്പ് ആയിരിക്കും? O ഗ്രൂപ്പ് ആയിരിക്കും. മ്യൂട്ടേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇത് എളുപ്പമല്ലേ സർ? അച്ഛനും ഓയും അമ്മ ഓയായ കുഞ്ഞോ എന്നുള്ള ഉറപ്പല്ലേ? അങ്ങനെ ആവണമെന്നില്ല. ഇത് കേസിൽ ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇനി വേറെ ചോദ്യം ചോദിക്കാം. നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാ എക്സാമ്പിളും കൂടി ഇവിടെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഉദാഹരണത്തിന് എക്സാമ്പിൾ നോക്കാം. നവാസ്, എന്റെ വൈഫിന്റെ പേര് ലുലു. നവാസിന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB, വൈഫിന്റെ ഗ്രൂപ്പ് O ഗ്രൂപ്പ്. അപ്പൊ എങ്ങനെയായിരിക്കും? ABയുടെ ജീനോടൈപ്പ്, AB എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇതൊക്കെ എന്താണ്? ഫീനോടൈപ്പുകൾ അല്ലെ. ABയുടെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? IB. O ഗ്രൂപ്പിന് എങ്ങനെയായിരിക്കും? I അല്ലെ. ഇനി നോക്ക്, എന്റെ ശരീരത്തിൽ ഹെട്രോസൈഗസ് അല്ലേ? അതെ, ഹെട്രോസൈഗസ് ആണ് അല്ലെ. IB. അപ്പൊ ഇതിനകത്ത് 2 ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും. ഒന്ന് I അടങ്ങിയത്, ഒന്ന് ഏതടങ്ങിയത്? IB അടങ്ങിയത്. ഇതിനകത്ത് ആകെ ഒരു ടൈപ്പ് ഉണ്ടാവുന്നത് I അടങ്ങിയത്. അപ്പൊ ഞാൻ 2 ടൈപ്പ് സ്പെർമ പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് I അടങ്ങിയത്, 2 IB അടങ്ങിയത്. എന്റെ ഭാര്യ ഒരേ ഒരു ടൈപ്പ് ഒക്കെ ഉണ്ടാക്കുള്ളൂ I. ഇനി ഇങ്ങോട്ട് ഇവൻ ഇതിനകത്തോട്ട് കയറി എന്ത് കുട്ടി ഉണ്ടാവും? എന്ത് കുട്ടി ഉണ്ടാവും? പൂച്ചക്കുട്ടിയാണോ? അല്ല, മനുഷ്യക്കുട്ടി. ഏത് ഗ്രൂപ്പാണ് ഉണ്ടായത്? A ഗ്രൂപ്പ്. IB ഇതിനകത്തോട്ട് കയറിയാലോ? IB. ഏത് കുട്ടിയാണ് ഉണ്ടായത്? B ഗ്രൂപ്പ്. നോക്കൂ മക്കളെ, അച്ഛന്റെ ഗ്രൂപ്പ് ഏതാ? AB. അമ്മയുടെ ഗ്രൂപ്പ് ഏതാ? O ഗ്രൂപ്പ്. കുഞ്ഞിന്റെ ഏതാ? Aയും ഉണ്ട്, പിന്നെ Bയും ഉണ്ട്. അച്ഛനും അമ്മയുടെ വ്യത്യാസമല്ലേ? എന്റെ അത് ഡിഫറെന്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ ഒന്നെങ്കിൽ A ആകാം അല്ലെങ്കിൽ B. A കിട്ടാനുള്ള ചാൻസ് എന്താ? 50%. B കിട്ടാനുള്ള ചാൻസ് എന്താ? 50%. മനസ്സിലായോ? അപ്പൊ അടുത്തത് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. മനസ്സിലാക്കാൻ വേണ്ടി വേറെ ചോദിക്കട്ടെ. അച്ഛൻ A ഗ്രൂപ്പ്, അമ്മ B ഗ്രൂപ്പ്. അപ്പൊ A ഗ്രൂപ്പ് ആയ എങ്ങനെയാവാം? ഇതുമാകാം, ഇത് B ആയ ഇതാകാം. തൽക്കാലം ഇങ്ങോട്ട് നോക്കൂ. അച്ഛൻ ഈ ഗ്രൂപ്പ് ആയിക്കോട്ടെ, അച്ഛൻ ഇതായിക്കോട്ടെ. IA. അമ്മ ഇതായിക്കോട്ടെ. IB. ഇവർക്ക് ഉണ്ടാകുന്ന കുട്ടികൾ ഏതായിരിക്കും? ഇത് ഹോമോസൈഗസ് അല്ലേ? IA. ഇതും ഹോമോസൈഗസ് അല്ലേ? അല്ലേ. അപ്പൊ എന്ത് കുട്ടികളുണ്ടായി ഇവർക്ക്? IB. എന്ത് ഗ്രൂപ്പ് ഉണ്ടായി? AB ഗ്രൂപ്പ് ഉണ്ടായി. അച്ഛന്റെ ഗ്രൂപ്പ് ഏതാ? A. അമ്മയുടെ ഗ്രൂപ്പ് ഏതാ? B. കുഞ്ഞിന്റെ ഏതാ? AB. ഇവർക്ക് O ഗ്രൂപ്പിലെ കുട്ടി ഉണ്ടാവോ? O ഗ്രൂപ്പിലെ കുട്ടി ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ ഇവർ ഹെട്രോസൈഗസ് ആണെങ്കിൽ ആ കേസും കൂടി നോക്കൂ മക്കളെ. ആ കേസ് നോക്കൂ. A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, IA, IB. അപ്പൊ ഏതൊക്കെ ടൈപ്പ്? ഇത് ഹെട്രോസൈഗസ് അല്ലേ? അതപ്പോ 2 ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവും. ഏതൊക്കെയാണ്? I അടങ്ങിയ ഗാമീറ്റ് ഉണ്ടാവും. ഇതോ IB അടങ്ങിയ ഗാമീറ്റ് ഉണ്ടാവും. I അടങ്ങിയ ഗാമീറ്റ് ഉണ്ടാവും അല്ലേ? ഇവൻ ഇതിനകത്തോട് കയറി എന്ത് കുട്ടി ഉണ്ടാവും? IB. എന്ത് ഗ്രൂപ്പാണ്? AB ഗ്രൂപ്പാണ്. ഇവൻ ഇതിനകത്തോട് കയറിയാലോ? ഏത് ഗ്രൂപ്പാണ്? A ഗ്രൂപ്പ്. ഇവൻ ഇതിനകത്തോട് കയറിയാലോ? IB. എന്ത് ഗ്രൂപ്പാണ്? B ഗ്രൂപ്പ്. ഇവൻ ഇതിനകത്ത് കയറിയാലോ? O ഗ്രൂപ്പ്. അപ്പൊ അച്ഛനും അമ്മയും ഇങ്ങനെയാ കേസ് ആണെങ്കിൽ എല്ലാ ടൈപ്പ് ഗ്രൂപ്പും ഉണ്ടാവും. A ഗ്രൂപ്പ് ഉണ്ടാവും, B ഗ്രൂപ്പ് ഉണ്ടാവും, AB ഗ്രൂപ്പ് ഉണ്ടാവും, O ഗ്രൂപ്പ് ഉണ്ടാവും. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അച്ഛന്റെ ഗ്രൂപ്പും അമ്മയുടെ ഗ്രൂപ്പും ഒക്കെ തന്ന് കുഞ്ഞുങ്ങളുടെ ഗ്രൂപ്പ് ഏതാകാനാ ചാൻസ് ചോദിക്കും. ചിലപ്പോ കുഞ്ഞുങ്ങളുടെ ഗ്രൂപ്പ് തന്നിട്ട് അച്ഛൻ ഏതാകാനായിരിക്കും ചാൻസ് എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നീറ്റ് എൻട്രൻസ് എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ ഒരു 5-6 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ സെറിബ്രത്തിനകത്ത് ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ വരും. വായിലേക്കും കയ്യിലേക്കും വരും. പെട്ടെന്ന് ഇങ്ങനെ എഴുതിയെടുക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തേത് എന്തിനെ കുറിച്ചാണ്?
കോഡോമിനൻസിനെ കുറിച്ചാണ്. കോഡോമിനൻസ് എന്താണ്? ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ രണ്ട് അലീലും എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത് ഡോമിനൻസ് എന്ന് പറയുന്നത്? കോഡോമിനൻസ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ ബീങ് ആണ്. ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ഏത് ജീനാണ്? ഐ ജീൻ. സാധാരണ ഒരു ജീന് രണ്ട് അലീൽ ഉണ്ടാവുക, ഇത് രണ്ടിലധികം ജീൻ ഉണ്ട്. ഏതൊക്കെ? IA, IB, I എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിലധികം ജീനുകൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ മൾട്ടിപ്പിൾ അലീൽ. അത് അടുത്ത വീഡിയോ ലെസണിലും അടുത്തതിൽ നമ്മൾ പറയും. അപ്പോ ഐ ജീന് IA, IB, IA എന്ന് പറയുന്ന അലീൽ ഒരു ഷുഗർ A ഉണ്ടാക്കും. അത് RBCന്റെ മുകളിൽ ഇങ്ങനെ പ്രൊട്രൂഡ് ആവും, പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. RBC ഒരു ആനിമൽ സെല്ലാണ് അല്ലെ? RBCയുടെ ഫുൾ ഫോം എന്താ മക്കളെ? റെഡ് ബ്ലഡ് സെൽ, എറിത്രോസൈറ്റുകൾ എന്ന് പറയുന്നത്. 120 ദിവസമാണ് അതിന്റെ ലൈഫ് സ്പാൻ. ഈ വർഷത്തെ നീറ്റ് എക്സാമിന് ചോദിച്ചതാ തോന്നുന്നു. RBCയുടെ ലൈഫ് സ്പാൻ എത്ര? സോറി, നീറ്റ് എക്സാമിനല്ല, കുസെറ്റ് അതായത് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് ചോദിച്ചത് RBCയുടെ ലൈഫ് സ്പാൻ എത്രയാണ്? 120 ഡേയ്സ്. RBC നശിക്കുന്ന സ്ഥലം, RBCയുടെ ശ്മശാനം എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം ഏത്? RBC പോയിട്ട് നശിച്ചു പോകുന്ന സ്ഥലമാണ് മക്കളെ സ്പ്ലീൻ എന്ന് പറയും. മലയാളത്തിൽ പറയും പ്ലീഹ എന്ന് പറയും. അത് നമുക്ക് ആവശ്യമില്ല ഇപ്പൊ. അപ്പൊ ABO ബ്ലഡ് ഗ്രൂപ്പിന് മനുഷ്യരെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ഐ ജീൻ. അതിന് മൂന്നലിൽ IA, IB, IA എന്ന് പറഞ്ഞ ഷുഗർ A ഉണ്ടാക്കും. അത് RBCന് പുറത്തുണ്ടാവും. RBCയുടെ പ്ലാസ്മ മെമ്പറിന് മുകളിലുണ്ടാവും, പ്രൊട്രൂഡ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. IB എന്ന് പറഞ്ഞാൽ ഷുഗർ B ഉണ്ടാക്കും. അത് RBCന് പുറത്തുണ്ടാവും. സ്മോൾ I എന്തുണ്ടാക്കില്ല? ഷുഗർ ഉണ്ടാക്കില്ല. ഇനി നോക്ക്, 4 ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? ഏതൊക്കെ? AB, ABO. നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? IA എന്ന് എഴുതാം. IA എഴുതാം. ഇത് ഹോമോസൈഗസ്, ഇത് ഹെറ്ററോസൈഗസ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എന്ത് ഡോമിനൻസ്? കംപ്ലീറ്റ് ഡോമിനൻസ്. നോക്ക് മക്കളെ, IA വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? IA ഷുഗർ ഉണ്ടാക്കൂലേ? ഷുഗർ A ഉണ്ടാക്കും. സ്മോൾ I ഷുഗർ ഉണ്ടാക്കും? ഉണ്ടാവില്ല. അപ്പൊ IA ഈസ് കംപ്ലീറ്റ്ലി ഡോമിനേറ്റഡ് ഓവർ സ്മോൾ I. അപ്പൊ ആരുടേത് മാത്രം എക്സ്പ്രസ് ചെയ്യും? Iയുടെ മാത്രം എക്സ്പ്രസ് ചെയ്യും. അപ്പൊ എന്ത് ഗ്രൂപ്പാണ്? A ഗ്രൂപ്പാണ്. B ഗ്രൂപ്പിന് എങ്ങനെ എഴുതാം? IB എഴുതാം, അല്ലെങ്കിൽ IB എഴുതാം. O ഗ്രൂപ്പ് എങ്ങനെ എഴുതാം? സ്മോൾ I. O ഗ്രൂപ്പിന് RBCയുടെ മുകളിൽ എന്തുണ്ടാവില്ല? ഷുഗർ ഉണ്ടാവില്ല. ഞാനൊക്കെ O ഗ്രൂപ്പാണ്, ഞാനൊക്കെ റയർ ഗ്രൂപ്പാണ്. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് അറിയാം മക്കളെ? O നെഗറ്റീവ് ആണ്, റയർ. ഇനി നോക്കൂ മക്കളെ, AB ഗ്രൂപ്പ് നോക്കൂ. AB ഗ്രൂപ്പിന് നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? IA, IB. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. ഈ AB ഗ്രൂപ്പ് ആണ് എന്തിന് എക്സാമ്പിൾ? കോഡോമിനൻസ്. നോക്കൂ, IA, IB എന്ന് പറയുമ്പോൾ ഇവനും ഷുഗർ ഉണ്ടാക്കും, ഇവനും ഷുഗർ ഉണ്ടാക്കും. അപ്പൊ ഇതൊരു ഹെറ്ററോസൈഗസ് കണ്ടീഷൻ അല്ലേ? അതെ, ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ രണ്ടുപേരും ഒരുമിച്ച് ഡോമിനേറ്റ് ചെയ്തു. രണ്ടുപേരും ഷുഗർ RBCയുടെ പ്ലാസ്മ മെമ്പറിൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കും. സോ ദിസ് ഈസ് AB ഗ്രൂപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എന്ത് ഡോമിനൻസ്? ഡോമിനൻസ്. കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ അച്ഛന്റെ ഗ്രൂപ്പ്, നിങ്ങളുടെ അമ്മയുടെ ഗ്രൂപ്പ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടോ ഒക്കെ കിട്ടുന്നുണ്ടോ ഒക്കെ നോക്കുക. ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ചോദ്യം ഇതാണ്. ഒരച്ഛനുണ്ട്, ഒരമ്മയുണ്ട്, അവർക്ക് 4 വ്യത്യസ്ത ഗ്രൂപ്പുള്ള ബ്ലഡ് ഗ്രൂപ്പിലെ കുഞ്ഞുങ്ങളുണ്ട്. A ഗ്രൂപ്പും കിട്ടി, B ഗ്രൂപ്പും കിട്ടി, AB ഗ്രൂപ്പും കിട്ടി, O ഗ്രൂപ്പും കിട്ടി. അങ്ങനെ ആവുകയാണെങ്കിൽ അച്ഛന്റെ ഗ്രൂപ്പ് ഏതാണ്? അമ്മയുടെ ഗ്രൂപ്പ് ഏതാണ്? അവരുടെ ജീനോടൈപ്പ് ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഒരച്ഛനുണ്ട്, ഒരമ്മയുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, 4 കുഞ്ഞുങ്ങളുണ്ട്. വിചാരിക്കുക 4 കുഞ്ഞുങ്ങളും എന്ത് ഗ്രൂപ്പാണ്? വ്യത്യസ്ത ഗ്രൂപ്പുള്ള കുഞ്ഞുങ്ങളാണ്. A ഗ്രൂപ്പുള്ള കുഞ്ഞുണ്ട്, B ഗ്രൂപ്പുള്ള കുഞ്ഞുണ്ട്, AB ഗ്രൂപ്പുള്ള കുഞ്ഞുണ്ട്, O ഗ്രൂപ്പുള്ള കുഞ്ഞുണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ അച്ഛന്റെ ഗ്രൂപ്പ് ഏതാ? അമ്മയുടെ ഗ്രൂപ്പ് ഏതാ? അവരുടെ ജീനോടൈപ്പ് ഏതാ? ഒരു കാര്യം കൂടി പറയട്ടെ. അപ്പൊ ABO ബ്ലഡ് ഗ്രൂപ്പ് അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ ഹോംവർക്ക് ആണെന്ന് വിചാരിച്ചോ? ഓക്കെ, സോറി, ഹോംവർക്ക് അല്ല, ചെയ്ത് നോക്കുക. ഓക്കെ, അതായിരിക്കും നല്ല. ഹോംവർക്ക് വെച്ച് എനിക്ക് നോക്കാൻ കഴിയില്ലല്ലോ അല്ലെ? അപ്പൊ അടുത്ത നോക്കും മക്കളെ, ഈ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ബ്ലഡ് ഗ്രൂപ്പിന് ABO ബ്ലഡ് ഗ്രൂപ്പിന്റെ ഫീനോടൈപ്പ് എത്ര ഉണ്ട്? 4 ഉണ്ട്. അതൊക്കെ ABO ബ്ലഡ് ഗ്രൂപ്പിന്റെ ജീനോടൈപ്പ് എത്ര ഉണ്ട്? നോക്ക്, 1 2 3 4 5 6. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പിന് ABO ബ്ലഡ് ഗ്രൂപ്പിന് 6 ജീനോടൈപ്പ് ഉണ്ട്, 4 ഫീനോടൈപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഏതാണ് മക്കളെ? ഡീവിയേഷൻ ഫ്രം മെന്റൽ പ്രിൻസിപ്പിൾ. ഒന്നാമത്തെ കഴിഞ്ഞു, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കഴിഞ്ഞു. രണ്ടാമത്തെ കഴിഞ്ഞു, കോഡോമിനൻസ് കഴിഞ്ഞു. ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോണ് മൾട്ടിപ്പിൾ അലീൽസ്. മൂന്നാമത്തെ ഡീവിയേഷൻ ഫ്രം മെന്റൽ പ്രിൻസിപ്പിൾ. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഹെഡിങ് ആയിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പല സൈഡുകളായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. വായിക്കുക. വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? NCERT വായിക്കുക. ഈ വർഷം തന്നെ നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കൂ. മൾട്ടിപ്പിൾ അലീൽസ് മൂന്നാമത്തെ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. മൾട്ടിപ്പിൾസ് എന്നാൽ എന്താ? ഒന്നിലധികം അലീൽ. മനസ്സിലായില്ല? നേരത്തെ പറഞ്ഞ സെയിം കാര്യം. There are more than 2 alleles governing the same character. ചില ക്യാരക്ടറിന് സം ക്യാരക്ടർ സെയിം സം ക്യാരക്ടർ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. സെയിം, എന്റെ പേനയുടെ യെസ്, സെയിം ക്യാരക്ടർ അങ്ങനെ ആയിക്കോട്ടെ. സെയിം ക്യാരക്ടർ
ചില ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ രണ്ടിലധികം അലീലുകളുണ്ട്. അങ്ങനെ ചില ക്യാരക്ടർ, ഈ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് മക്കളെ? ജീൻ. അപ്പൊ ചില ജീനുകൾക്ക് രണ്ടിലധികം അലീലുകളുണ്ട്. അങ്ങനെ രണ്ടിലധികം അലീലുകളിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ അലീൽസ്. ഈ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ അലീലിസം. So there are more than 2 allele governing the same character. ഒരു ക്യാരക്ടറിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ രണ്ടിലധികം അലീലുകളുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ രണ്ട് അലീലുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതൊക്കെ? ടാൾ ഉണ്ടാവും, ഡോർഫ് ഉണ്ടാവും. രണ്ടേ രണ്ട് അലീലുകളേ ഉള്ളൂ അല്ലേ? അതെ, രണ്ടേ രണ്ട് അലീലുകളെ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് നോക്കൂ മക്കളെ, ഈ ഒരു ക്യാരക്ടറിനെ ഉദാഹരണം പറയാം. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തത് ഏത് ഗ്രൂപ്പ് തന്നെയാണ്? ABO ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്. ഈ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു സ്വഭാവത്തെ, ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതാ? ഐ ജീൻ അല്ലേ? ഐ ജീൻ. ഈ ഐ ജീൻ എത്ര അലീലുണ്ട്? 3 അലീൽ. IA, IB, സ്മോൾ I. അപ്പൊ ചില ക്യാരക്ടറിനെ, ഒരേ ക്യാരക്ടറിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ രണ്ടിലധികം അലീലുകളുണ്ട്. ഇങ്ങനെ സെയിം ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ രണ്ടിലധികം അലീലുകളുണ്ട്. അങ്ങനെ രണ്ടിലധികം അലീലുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാ മൾട്ടിപ്പിൾ അലീൽ. There are more than 2 allele governing the same character. Such alleles are called multiple allele. Example ഏതാ? ABO blood group. ABO blood group എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ആരുണ്ട്? ജീനുണ്ട്. ഏത് ജീനാ? ഐ ജീൻ. സാധാരണ ഒരു ജീൻ എത്ര അലീൽ ഉണ്ടാവുള്ളൂ? 2 അലീൽ. ഇത് രണ്ടിലധികം അലീലുണ്ട്. ഏതൊക്കെ അലീൽ? IA, IB. ചിലപ്പോൾ ചില സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ 4 അലീലുകളൊക്കെ ഉള്ളത്. അപ്പൊ രണ്ടിലധികം അലീൽ ഉണ്ടെങ്കിൽ, ഒരു ജീനിൽ രണ്ടിലധികം അലീലുകൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാ മൾട്ടിപ്പിൾ അലീൽ. സോ മൾട്ടിപ്പിൾ allele is an example for, ABO blood group is an example for in the multiple. So ABO blood group രണ്ട് എക്സാമ്പിൾ ഏതൊക്കെ? ഒന്ന് കോഡോമിനൻസും, രണ്ട് മൾട്ടിപ്പിൾ അലീൽസും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഡീവിയേഷൻ ഏതൊക്കെ പഠിച്ചു? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീൽസ്. ഇത് കേൾക്കുമ്പോൾ നല്ല രസകരമായിട്ട് തോന്നും. ബാക്കി ഇരുന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇനി നാലാമത്തേതാണ്, ഭയങ്കര രസമുള്ള സാധനമാണ്, പ്ലിയോട്രോപ്പി. നാലാമത്തെ ഡീവിയേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. ഓക്കെ, നാലാമത്തേത് എന്താണ് മക്കളെ? പ്ലിയോട്രോപ്പി. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ഡീവിയേഷൻ അല്ലേ? നമ്മൾ ആദ്യത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഓർ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ് ഡിസ്കസ് ചെയ്തു. പിന്നെ മൾട്ടിപ്പിൾ അലീൽസ് ഡിസ്കസ് ചെയ്തു. മൾട്ടിപ്പിൾ അലീൽസ് കുറച്ചല്ലേ ഉള്ളൂ അല്ലേ? നാലാമത്തെ എന്താ? പ്ലിയോട്രോപ്പി. കേട്ടിട്ട് ടെൻഷൻ അടിക്കണ്ട, ഒന്നുമില്ല. A gene which control more than one phenotype is called pleiotropic gene. വല്ലതും മനസ്സിലായോ? ഇല്ല. സാധാരണ ഒരു ജീന് ഒരു ക്യാരക്ടർ അല്ലേ മക്കളെ പ്രൊഡ്യൂസ് ചെയ്യുക? അതായത് ഉദാഹരണമായി പറയാം, എന്റെ കൃഷ്ണമണിയുടെ കളറിനെ, എന്റെ ഐ കളറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനുണ്ട്. ആ ജീൻ ഐ കളർ മാത്രമേ കൺട്രോൾ ചെയ്യാം. അപ്പൊ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീനുണ്ട്. ഹൈറ്റ് ഓഫ് ദ പ്ലാന്റിന്റെ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനുണ്ട്. അതെന്ത് ചെയ്യും? അത് പ്രൊഡ്യൂസ് ചെയ്താൽ ഒന്നുകിൽ ടാളാവും അല്ലെങ്കിൽ ഡോർഫോ. അപ്പൊ ഓരോ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീനുണ്ട് അല്ലേ? ആ ഒരു ജീനിന് ഒന്നിലധികം ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര്, അങ്ങനത്തെ ജീനുകളെ വിളിക്കുന്ന പേര് പ്ലിയോട്രോപിക് ജീൻ. ദാറ്റ് എബിലിറ്റി ഓഫ് എ ജീൻ ടു പ്രൊഡ്യൂസ് മൾട്ടിപ്പിൾ എഫക്ട് ഈസ് കോൾഡ് പ്ലിയോട്രോപ്പി. നിങ്ങളുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ പറയണമെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു സ്വിച്ച് ഉണ്ട്. സ്വിച്ചിന്റെ മലയാളം എന്താ? വൈദ്യുതി ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം. സ്വിച്ചില്ലടോ, സ്വിച്ച് നമ്മുടെ എവിടെയോ സ്വിച്ച് ആണ് അല്ലെ? കാണുന്നുണ്ടല്ലോ അല്ലെ? സ്വിച്ചിന്റെ മലയാളം എന്താ? വൈദ്യുതി ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം. നിങ്ങൾ മലയാളികൾ സോപ്പിന്റെ മലയാളം എന്താ അറിയാം മക്കളെ? സോപ്പിന്റെ മലയാളം എന്താ അറിയാം? മലിന നിവാരണ പദ ഉൽപാദന പിണ്ഡം. എഴുതി വെച്ചോളൂ. മലിന നിവാരണ പദ ഉൽപാദന പിണ്ഡം. ടോയ്ലറ്റ് ഒക്കെ പോയി സോപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം വിളിച്ച് പറയാം എന്ത്? മലിന നിവാരണ പദ ഉൽപാദന പിണ്ഡം തരൂന്നല്ലേ. അപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? മലിന നിവാരണ പദ ഉൽപാദന പിണ്ഡാണോ? അല്ല, നമ്മൾ സ്വിച്ച് കയറിയിട്ട് നമ്മൾ സോപ്പിലേക്കൊക്കെ എത്തില്ലേ? ഓക്കെ. അപ്പൊ ഈ സ്വിച്ച് നോക്കും. ഈ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ സ്വിച്ച് കാണാം. ഈ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ലൈറ്റ് കത്തും. അപ്പൊ ഈ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റേ കത്തുള്ളൂ. അപ്പൊ ഒരു ജീനിന് ഒരു എഫക്റ്റ്. എന്താ എഫക്റ്റ്? ലൈറ്റ് കത്തുന്നു. ഈ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ 2 ബൾബ് ഒരുമിച്ച് കത്തുകയാണെങ്കിൽ എത്ര ക്യാരക്ടർ? 2 ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ്
പ്ലിയോട്രോപിക് ജീൻ. സാധാരണ ഒരു ജീനിന് ഒരു എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്, നമ്മൾ പഠിച്ചു അല്ലെ, ഒരു ജീൻ, വൺ ജീൻ കൺട്രോൾ വൺ ക്യാരക്ടർ എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യും, എ ജീൻ കൺട്രോൾ മോർ ദാൻ വൺ ഫിനോടൈപ്പ്. ചില ജീനുകൾക്ക് ഒന്നിലധികം ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അങ്ങനത്തെ ജീനുകളെ വിളിക്കുന്ന പേരാണ് പ്ലിയോട്രോപിക് ജീൻ. എ ജീൻ വിച്ച് കൺട്രോൾ മോർ ദാൻ വൺ ഫിനോടൈപ്പ്. ഫിനോടൈപ്പ് എന്താ മക്കളെ, എക്സ്പ്രസ്ഡ് ക്യാരക്ടർ അല്ലെ, വിസിബിൾ ക്യാരക്ടർ ഓഫ് an organism ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു. അപ്പൊ എ ജീൻ വിച്ച് കൺട്രോൾ മോർ ദാൻ വൺ ഫിനോടൈപ്പ് ഈസ് കാൾഡ് പ്ലിയോട്രോപിക് ജീൻ. ദാറ്റ് എബിലിറ്റി ഓഫ് എ ജീൻ ടു പ്രൊഡ്യൂസ് മോർ ദാൻ വൺ എഫക്റ്റ് ഈസ് കാൾഡ്. ആ എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ്, ഒന്നിലധികം പിന്നെ എഫക്റ്റീവ് ഫിനോടൈപ്പ് കാണിക്കാൻ ആ ജീന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്വിച്ച് ഇട്ടാൽ ഒരു ലൈറ്റ് കത്തും, എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ ഒരു സ്വിച്ച് ഇട്ടാൽ ഒന്നിലധികം ലൈറ്റുകളൊക്കെ കത്തുകയാണെങ്കിൽ വാട്ട് വി കാൾ ആസ് പ്ലിയോട്രോപിക് ജീൻ എന്ന് പറയും. അപ്പൊ ഒരു ജീനിന് ഒന്നിലധികം എഫക്റ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്ലിയോട്രോപിക് ജീൻ എന്ന് പറയുന്നത്. കുറെ എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കി തരാം. ഈ 2 എക്സാമ്പിളുകളും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്. ഇത് എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ആവശ്യമില്ല. ഒരു പീ പ്ലാന്റ് ഇല്ല, നമ്മുടെ പയറുചെടി. ആ പയറുചെടിനകത്തൊരു ജീനുണ്ട്. ആ ജീന് പയറുചെടിയുടെ ഫ്ലവറിന്റെ കളറിനെയും കൺട്രോൾ ചെയ്യും, സീഡിന്റെ കളറിനെയും കൺട്രോൾ ചെയ്യും. റെഡ് സ്പോട്ട് ഓൺ ദ ലീഫ്, ലീഫിന്റെ ആക്സിസിൽ ചുവന്ന കുത്തുകൾ, ചുവന്ന ബിന്ദുക്കൾ ഉണ്ടാക്കാനും സഹായിക്കും. ഏത്, ഈ ഒരൊറ്റ ജീൻ. ഈ ഒരു ജീനാണ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലോ ഈ 3 ക്യാരക്ടർ കാണിക്കില്ല. അപ്പൊ നോക്കൂ, ഒരു ജീൻ, ഏത് ജീൻ, പീ പ്ലാന്റ് എന്ന് പറയുന്ന ചെടിനകത്തുള്ള ഒരു ജീന് ഫ്ലവർ കളറിനെയും കൺട്രോൾ ചെയ്യും, സീഡ് കളറിനെയും കൺട്രോൾ ചെയ്യും, റെഡ് സ്പോട്ട് ഓൺ ദ ലീഫ് ആക്സിലിനെയും കൺട്രോൾ ചെയ്യും. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എൻഡോട്രോപ്പി, പ്ലിയോട്രോപ്പി. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. മക്കളെ, ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതാ, ഹൈജീൻ. അവൻ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമല്ലേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ, അല്ലെ വേറെ സ്വഭാവങ്ങൾ കൺട്രോൾ ചെയ്യുന്നോ? ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇത് നോക്കൂ, പീ പ്ലാന്റിനകത്തുള്ള ജീൻ ഫ്ലവർ കളർ, ആ ചെടിനകത്തുള്ള ഫ്ലവർ കളറിനെയും കൺട്രോൾ ചെയ്യും, സീഡ് കളറിനെയും കൺട്രോൾ ചെയ്യും, റെഡ് സ്പോട്ട്സ് ഓൺ ദ ലീഫ് ആക്സിൽ, അതിന്റെ ലീഫിനകത്തുള്ള ആക്സിലിന്റെ റെഡ് സ്പോട്ടിനകത്ത് ചുവന്ന ബിന്ദുക്കൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇച്ചതാണ്, എന്തുണ്ടാക്കാൻ, പ്ലിയോട്രോപ്പി. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ഇനി ഡ്രോസോഫില. ഡ്രോസോഫില എന്ന് പറഞ്ഞാൽ എന്താ പറയുക മക്കളെ, ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറയും, പഴനിനീച്ച എന്ന് പറയും മലയാളത്തിൽ, പഴനിനീച്ച, ഫ്രൂട്ട് ഫ്ലൈ. ഓക്കെ, ഈ ഫ്രൂട്ട് ഫ്ലൈ, ഈ ഡ്രോസോഫിലിന്റെ അകത്തൊരു ജീൻ. ആ ജീൻ അവന്റെ വിങ്ങിന്റെ സൈസിനെയും കൺട്രോൾ ചെയ്യും, ഐ കളറിനെയും കൺട്രോൾ ചെയ്യും. ഞാൻ എന്ത് ചെയ്യാന്ന് അറിയാം, ഈ ഡ്രോസോഫിലിനെ എടുത്തിട്ട് ഈ ജീനിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ, ഈ ജീനിൽ വല്ല മ്യൂട്ടേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് കൊടുത്തിട്ട് അതിന് ആ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിന്റെ ഐ കളറും മാറും, വിങ്ങിന്റെ സൈസും മാറും. ഒന്ന് ആലോചിച്ചു നോക്കൂ മക്കളെ, ഒരു ജീനിന് ഒന്നിലധികം എഫക്ട്, ദാറ്റ് കണ്ടീഷൻ ഈസ് കാൾഡ് പ്ലിയോട്രോപ്പി. സച്ച് ജീൻസ് ആർ, അങ്ങനത്തെ ജീനെ വിളിക്കുന്ന പേരാണ് പ്ലിയോട്രോപ്പിക് ജീൻ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളിലേക്ക് കടക്കാം. ഇത് രണ്ടും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത എക്സാമ്പിൾ ആണ്. അപ്പൊ ഒരു സ്വിച്ച് ഇട്ടാൽ ഒരുപാട് ലൈറ്റ് കത്തുന്നതാണ് പ്ലിയോട്രോപിക് ജീൻ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, മൂന്നാമത്തത് സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്. സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്. പയറ് വിത്തിനകത്ത് സ്റ്റാർച്ച് സിന്തസിസ്. ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതെ, കേട്ടിട്ടുണ്ട്. എവിടെ? ആലോചിച്ചു നോക്കൂ, കമോൺ ആലോചിച്ചു നോക്കൂ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഈ പയർ വിത്തിനകത്തുള്ള സ്റ്റാർച്ച് സിന്തസിസിനെ കൺട്രോൾ ചെയ്യാൻ 2 അലീലുണ്ട്. ഏതൊക്കെ? ക്യാപിറ്റൽ ബി ഉണ്ട്, സ്മോൾ ബി ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്റ്റാർച്ച് ഈസ് സിന്തസൈസ്ഡ് എഫക്റ്റീവ്ലി. നേരത്തെ പഠിച്ചു, സ്റ്റാർച്ച് സിന്തസൈസ്ഡ് എഫക്റ്റീവ്ലി. അപ്പൊ ലാർജ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ടാവും, ലാർജ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ. ഇങ്ങനെ വന്നാലോ, സ്റ്റാർച്ച് ലെസ് എഫിഷ്യൻസി ഇൻ സ്റ്റാർച്ച് സിന്തസിസ്. അതിന് ഫലമായി സ്മോൾ സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ടാവും. ക്യാപിറ്റൽ ബി സ്മോൾ ബി വന്നാലോ, ലാർജ് സൈസിലാണോ? അല്ല. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പൊ എന്തോ ഇന്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ടാവും, ഇന്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ടാവും. ഇതെന്തിനാ സർ ഇവിടെ കാണുന്നത്? ഇങ്ങോട്ട് നോക്കൂ മക്കളെ, ഈ ഒരു വിത്ത് ഇങ്ങനെയുള്ളത് ലാർജ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ആണ്, ഇത് സ്മാളർ സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ആണ്, ഇതുള്ളത് എന്താണ്, ഇന്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ആണ്. ആഫ്റ്റർ മെച്ചുറേഷൻ ഈ ഇതൊക്കെ വിത്തുകൾ മെച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് റൗണ്ട് ആണ്, ഇത് റിങ്കിൾഡ് ആണ്, ഇതെന്താണ്, റൗണ്ട് ആണ്. വലുത് മനസ്സിലായോ? നോക്കൂ മക്കളെ, ദ സെയിം ജീൻ കൺട്രോൾ ഫോർ ബോത്ത് സ്റ്റാർച്ച് ഗ്രെയിന്റെ സൈസ് ആൻഡ് സീഡ് ഷേപ്പ്. ഒരു ജീൻ തന്നെ സ്റ്റാർച്ച് ഗ്രെയിന്റെ സൈസും കൺട്രോൾ ചെയ്യുക, സീഡിന്റെ ഷേപ്പും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പ്ലിയോട്രോപ്പി അല്ലേ? നേരത്തെ നമ്മൾ ഇത് മാത്രം പഠിച്ചു. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആണ്. ഇന്റർമീഡിയറ്റ് സൈസുള്ള സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ടാവും, ഇത് എന്ത് ചെയ്യും, റൗണ്ട് സീഡായി മാറും, ഇത് റിങ്കിൾഡ് സീഡായി മാറും, ഇത് റൗണ്ട് സീഡായി മാറും. അതിപ്പോ പഠിച്ചു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹയർ എഫിഷ്യൻസി ഇൻ എന്ത് സിന്തസിസ്, സ്റ്റാർച്ച് സിന്തസിസ്. അപ്പൊ ലാർജ് സൈസിന്റെ സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ടാവും. ആ വിത്ത് എന്ത് സൈസിലുള്ളതായിരിക്കും, എന്ത് ഷേപ്പിലുള്ളതായിരിക്കും, റൗണ്ട്.
ഇതോ ലെസർ എഫിഷ്യൻസി ഇൻ സ്റ്റാർച്ച് സിന്തസിസ്. അപ്പൊ സ്മാൾ സൈസ്ഡ് ഗ്രെയിൻസ് ഉണ്ടാവുള്ളൂ സ്റ്റാർച്ചിൽ, അത് റിംഗിൾഡ് സീഡ് ആണ്. ഇവനോ ഇന്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ടാവും, അതും റൗണ്ട് ഷേപ്പ് ആയി. അപ്പൊ നോക്കടോ, ഈ ജീൻ തന്നെ മക്കളെ സീഡിന്റെ ഷേപ്പും കൺട്രോൾ ചെയ്യുക, സ്റ്റാർച്ച് ഗ്രെയിനിന്റെ സൈസും കൺട്രോൾ ചെയ്യുക. ദ സെയിം ജീൻ കൺട്രോൾ ഫോർ ബോത്ത് സീഡ് ഷേപ്പ് ആൻഡ് starch grain size. So this is an example for in the pleiotropy. അപ്പൊ എന്താണ് പ്ലിയോട്രോപ്പി? വേറെ ഡെഫിനേഷൻ പറയാം, മൾട്ടിപ്പിൾ എഫക്ട് ഓഫ് എ ജീൻ. ഒരു ജീനിന് ഒന്നിലധികം എഫക്ട് ഉണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് പ്ലിയോട്രോപ്പി. ഒരു ജീനിന് ഒന്നിലധികം എഫക്ട്, എ ജീൻ വിച്ച് കൺട്രോൾ മോർ ദാൻ വൺ ഫീനോടൈപ്പ്, ഒന്നിലധികം ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ ഉണ്ടെങ്കിൽ, ഒരു ജീന് ഒന്നിലധികം എഫക്ട് ഉണ്ടെങ്കിൽ, such genes are called pleiotropic gene. And that ability of the gene is called in the pleiotropy. Example ഇത് പഠിച്ചാൽ മതി. Starch grain synthesis in pea seed is controlled by two allele capital B small b. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലാർജ് സൈസ് ഓഫ് സ്റ്റാർച്ച് ഗ്രെയിൻ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്മാൾ സൈസ് ഓഫ് സ്റ്റാർച്ച് ഗ്രെയിൻ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ്. അപ്പോൾ സ്റ്റാർച്ച് ഗ്രെയിനിന്റെ സൈസ് ക്യാപിറ്റൽ ബി സ്മാൾ ബി is an example for incomplete dominance. അപ്പോൾ സീഡ് ഷേപ്പും പിന്നെ സ്റ്റാർച്ച് ഗ്രെയിനിന്റെ സൈസും നോക്കുമ്പോൾ it is an example for pleiotropy. Hope you got it right. നാലാമത്തെ എക്സാമ്പിൾ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നാലാമത്തെ എക്സാമ്പിൾ ഒരു അസുഖമാണ്. അസുഖത്തിന്റെ പേരാണ് പ്ലിയോട്രോപ്പിലെ നാലാമത്തെ അസുഖമാണ്. അസുഖത്തിന്റെ പേരാണ് ഫിനൈൽ കീറ്റോണൂറിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. PKU എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അസുഖമാണ്. ഈ അസുഖം പഠിച്ചാലുള്ള മെച്ചം എന്താ വെച്ചാല് ഈ ചാപ്റ്ററിന്റെ അവസാനം ഈ അസുഖം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ജനിതക രോഗങ്ങൾ, ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നതിൽ മെന്റലിയൻ ഡിസോർഡറിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ പഠിച്ചാൽ അവിടെ വീണ്ടും ഉപകാരമായിരിക്കും. അപ്പൊ പ്ലിയോട്രോപ്പിയിലെ നാലാമത്തെ അസുഖമാണ് ഫീനൈൽ കീറ്റോണിക്. എന്തായിരുന്നു പ്ലിയോട്രോപ്പി? മൾട്ടിപ്പിൾ എഫക്ട് ഓഫ് ഒരു ജീൻ. സാധാരണ ഒരു ജീനിന് ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ട്രൈറ്റ് എന്നാണ് പറഞ്ഞത്. ഇത് ഒരു ജീനിന് ഒന്നിലധികം എഫക്റ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാ പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾ ആണ് ഫിനൈൽ കീറ്റോൺയൂറിയ, അതായത് PKU എന്ന് പറയുന്നത്. അതിന് മുന്നേ എന്താണ് മെറ്റബോളിസം എന്ന് പഠിക്കണം. എന്താണ് മെറ്റബോളിക് പാത്വേ എന്ന് പഠിക്കണം. ഒരാളുടെ ശരീരത്തിൽ നടക്കുന്ന മൊത്തം കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം. ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയും. ദ ബയോകെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ലിവിംഗ് ഓർഗാനിസം ഈസ് കോൾഡ് മെറ്റബോളിസം. സാധാരണ ഒന്നിലധികം സ്റ്റെപ്പുകളാണ് ഉണ്ടാവുക. അങ്ങനെ മൾട്ടി സ്റ്റെപ്പ് കെമിക്കൽ റിയാക്ഷൻ, മൾട്ടി സ്റ്റെപ്പ് ബയോകെമിക്കൽ റിയാക്ഷൻ ഇൻ ലിവിംഗ് ഓർഗാനിസം, ഒന്നിലധികം സ്റ്റെപ്പുകളെ വേണമെങ്കിൽ വിളിക്കാം മെറ്റബോളിക് പാത്വേസ് എന്ന് വിളിക്കാം. അങ്ങനെ ഒരു മെറ്റബോളിക് പാത്വേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിനൈൽ അലനിൻ എന്ന് പറയുന്നത് ഒരു അമിനാസിഡാണ്. ഈ ഫിനൈൽ അലനിൻ എന്ന് പറയുന്ന അമിനാസിഡിനെ ടൈറോസിൻ എന്ന് പറയുന്ന ഒരു അമിനാസിഡാക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്. ഇപ്പൊ വിചാരിക്കുന്നത് എന്താ സാർ ഈ പറയുന്നത്? ഒരു അസുഖത്തെ കുറിച്ചാണ് പറയുന്നത്. അസുഖത്തിന്റെ പേരെന്താ? ഫിനൈൽ കീറ്റോണിയൂറിയ, PKU എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അസുഖം. എന്തിന് എക്സാമ്പിൾ ആണ്? പ്ലിയോട്രോപ്പി. അപ്പൊ ഫിനൈൽ അലനിൻ എന്ന് പറയുന്ന അമിനാസിഡിനെ ടൈറോസിൻ എന്ന് പറയുന്ന അമിനാസിഡാക്കി മാറ്റുന്ന എൻസൈമിന്റെ പേരാണ് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്. അപ്പൊ ഈ എൻസൈം ഉണ്ടെങ്കിൽ ഫിനൈൽ അലനിൻ ടൈറോസ് അങ്ങനെ വേറെ സാധനങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പൊ ഈ എൻസൈം ഉണ്ടാക്കുന്നത് ഒരു ജീനാണ്. ഒരു ജീൻ, ഈ ജീന് വർക്ക് ചെയ്താൽ മാത്രമേ ഈ എൻസൈം ഉണ്ടാവുള്ളൂ. ഈ എൻസൈം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇതായി മാറുള്ളൂ. ഈ ജീൻ കേടായാൽ എന്ത് സംഭവിക്കും? ഈ ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാവുമോ? ഇല്ല. ഇതുണ്ടാവുമോ? ഇല്ല. അപ്പൊ ഇത് ശരീരത്തിൽ കുന്നുകൂടും. ഏത്? ഫിനൈൽ അലനിൻ കുന്നുകൂടും. അപ്പൊ ശരീരം അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഫിനൈൽ അലനിനെ എന്താക്കി മാറ്റി അറിയോ? ഫിനൈൽ പൈറുവിക് ആസിഡായി മാറും. ഈ ഫിനൈൽ പൈറുവിക് ആസിഡ് കുറച്ച് ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്യും. ഫിനൈൽ പൈറുവിക് ആസിഡ് യൂറിൻ വഴി പോകും. കാരണം കിഡ്നി ഇതിനെ അബ്സോർബ് ചെയ്താൽ, കിഡ്നി അബ്സോർബ് ചെയ്താൽ ബ്ലഡിലേക്ക് എത്തൂലേ? അപ്പൊ അബ്സോർബ് ചെയ്യാത്തത് കൊണ്ട് അത് നേരെ ഇതിലേക്ക് പോകും, യൂറിൻ വഴി പുറത്തേക്ക് പോകും. അങ്ങനെ മൂത്രം ഒഴിക്കുന്ന ആൾക്കാരുടെ മൂത്രത്തിന് ഒരുമാതിരി സ്മെല്ലാണ്, മസ്റ്റി ഓർഡർ എന്ന് പറയും. പോരാത്തത് കുറച്ച് ഫിനൈൽ പൈറുവിക് ആസിഡ് എവിടെ അക്യുമുലേറ്റ് ചെയ്യും? ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്യും. ഇതിന്റെ പരിണിത ഫലമായിട്ട് ഈ മെറ്റബോളിക് പാത്വേ ആകെ ഡിസോർഡർ ആയിപ്പോയി. ഇതിന്റെ പരിണിത ഫലമായിട്ട് അയാൾക്ക് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടായിരിക്കും, റിഡക്ഷൻ ഇൻ ഹെയർ, മുടി കൊഴിയും, സ്കിന്നിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവും ചെയ്യും. മൂത്രത്തിന് ഒരുപാട് സ്മെല്ലുണ്ടാവും. നോക്കൂ മക്കളെ, ഒരു ജീനിന്റെ എഫക്റ്റിന്റെ ഫലമായി ഒന്നിലധികം ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യുക. സോ ദിസ് ഈസ് കോൾഡ് പ്ലിയോട്രോപ്പി. എക്സാമ്പിൾ ഏതാണ് മക്കളെ? ഫിനൈൽ കീറ്റോൺയൂറിയ. ഇമ്പോർട്ടന്റ് ആണ്. ഫിനൈൽ അലനിൻ എന്ന് പറയുന്ന അമിനാസിഡിനെ ടൈറോസിനാക്കി മാറ്റാൻ സഹായിക്കുന്നത് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് ആണ്. അതുണ്ടാക്കുന്ന ജീവന് മ്യൂട്ടേഷൻ സംഭവിച്ചപ്പോൾ ഇതായി മാറില്ല. ഇത് വേറെ സ്ഥലത്തു നിന്നാണ് ഉണ്ടാവുന്നത്. ഇത് അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത് കുന്നുകൂടും. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഫിനൈൽ അലനിൻ എന്തായി മാറും? ഫിനൈൽ പൈറുവിക് ആസിഡായി മാറും. ആ ഫിനൈൽ പൈറുവിക് ആസിഡ് ഏത് വഴി പുറത്തേക്ക് പോകും? യൂറിൻ വഴി പോകും. ബിക്കോസ് ഇറ്റ് ഈസ് പുവർലി അബ്സോർബ്ഡ് ബൈ ദ കിഡ്നി. അത് കിഡ്നി അബ്സോർബ് ചെയ്യില്ല എന്ന് തന്നെ പറയാം. പിന്നെ കുറച്ച് ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്യും. അതിന്റെ പരിണിത ഫലമായി മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും, മുടി
റിഡക്ഷൻ ഇൻ ഹെയർ ഉണ്ടാവും, മുടി കുറയുന്നത് കാണാം, പിന്നെ സ്കിൻ പിഗ്മെന്റേഷൻ ഉണ്ടാവും. സോ ദ അണ്ടർലൈങ് മെക്കാനിസം ഓഫ് പ്ലിയോട്രോപ്പി ഈസ് ദ എഫക്ട് ഓഫ് എ ജീൻ ഓൺ ദ മെറ്റബോളിക് പാത്വേ വിച്ച് കോൺട്രിബ്യൂട്ട് ഡിഫറെന്റ് ഫിനോടൈപ്പ്. The effect of a gene on the metabolic pathway which contributes different phenotype. ആ ലൈൻ എപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ പ്ലിയോട്രോപ്പിയിൽ 2 എക്സാമ്പിൾ പഠിച്ചു. ഏതൊക്കെയാണ്? സ്റ്റാർച്ച് ഗ്രൈൻഡർ സൈസും ഷേപ്പും പഠിച്ചു. പിന്നെ ഈ PKU ഇമ്പോർട്ടന്റ് ആണ്. ഈ എൻസൈമിന്റെ പേര് ആലോചിക്കുക, ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്. ഇതില്ലാത്തതിന്റെ ഫലമായി ഫിനൈൽ അലനിൻ പൈറുവിക് ആസിഡ് ആയി മാറി. ഫിനൈൽ പൈറുവിക് ആസിഡ് ഇത് ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്തു, യൂറിൻ വഴി പോകും. യൂറിൻ എന്തുകൊണ്ടാണ് പോകുന്നത്? കിഡ്നി ഇതിനെ അബ്സോർബ് ചെയ്യില്ല. സോ ഇറ്റ് ഹാസ് എ മസ്റ്റി ഓർഡർ. അങ്ങനത്തെ മൂത്രത്തിന് ഒരുമാതിരി സ്മെല്ലായിരിക്കും. പിന്നെ അവരെന്തായിരിക്കും? ഇത്തരത്തിലുള്ള പേഷ്യന്റ് മെന്റൽ റിട്ടാർഡേഷൻ ആയിരിക്കും, മുടി കൊഴിയുന്നു, സ്കിൻ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവും. സോ ഇത് is an example for പ്ലിയോട്രോപ്പി. ഏത്? ഫീനൈൽ കീറ്റോണിയൂറിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ ലെസണിലെ അവസാനത്തെ ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിൾ ആണ്. അതായത് നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. 4ാമത്തത്. ആദ്യം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിച്ചു, കോഡോമിനൻസ് പഠിച്ചു, മൾട്ടിപ്പിൾ അലീൽസ് പഠിച്ചു, പ്ലിയോട്രോപ്പി പഠിച്ചു. അടുത്തത് 5ാമത്തത് പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്. എന്താണ് ഈ പോളിജീനിക് ഇൻഹെറിറ്റൻസ്? നല്ല എളുപ്പമാണ്. നേരത്തെ പറഞ്ഞു, ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സാധാരണ ഒരു ലൈറ്റ് ആണ് സാധാരണ കത്താറുള്ളത് എന്ന് പറഞ്ഞു അല്ലേ? ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒന്നിലധികം ലൈറ്റുകൾ കത്തുന്നതിന് നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞു. അതായത് ഒരു ജീനിന് ഒരു എഫക്റ്റ് ആണുള്ളത്. ഒരു ജീനിന് ഒന്നിലധികം ഫീനോടൈപ്പുകൾ, ഒന്നിലധികം ക്യാരക്ടർ കാണിക്കുന്നത് നമ്മൾ പ്ലിയോട്രോപ്പിക് ജീൻ എന്ന് പറയും. ഇനി എന്താണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്? ആണ് പോളി എന്ന് പറഞ്ഞാൽ ധാരാളം ജീനുകൾ വർക്ക് ചെയ്തതിന്റെ ഫലമായി ഒരു ഫീനോടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാ പോളിജീനിക് ഇൻഹെറിറ്റൻസ്. എ ക്യാരക്ടർ, ഒരു ക്യാരക്ടർ ഹൂസ് എക്സ്പ്രഷൻ, അത് എക്സ്പ്രസ് ചെയ്യും, ഈസ് കൺട്രോൾ ബൈ, അവന്റെ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്ന ബൈ നമ്പർ ഓഫ് ജീൻ, ഒന്നിലധികം ജീനുകൾ. നിങ്ങളുടെ ഭാഷയിൽ മനസ്സിലാക്കി തരണമെങ്കിൽ ഇത് പഠിക്കുക. ഒരു സ്വിച്ച് ഇട്ടാൽ ഒരു ലൈറ്റ് കത്തും. സ്വിച്ചിന്റെ മലയാളം തരുന്നു വൈദ്യുതി ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം. സോപ്പിന്റെ പറഞ്ഞോ? മലിന നിവാരണ പദ ഉൽപാദന പിണ്ഡം. ഓക്കെ, വിട്. അപ്പൊ ഒരു സ്വിച്ച് ഇട്ടാൽ സാധാരണ ഒരു ലൈറ്റാണ് കത്താറുള്ളത് അല്ലെ? ഒരു സ്വിച്ച് ഇട്ടാൽ ഒന്നിലധികം ലൈറ്റ് കത്തിയാൽ അതിനെ വിളിക്കുന്ന പേര് പ്ലിയോട്രോപ്പി. കത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാ എക്സ്പ്രഷൻ വരിക, ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ എന്താണ് പ്ലിയോട്രോപ്പി? 4 സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ, 4 സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ 4 സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബൾബ് കത്തുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേര് പോളിജീനിക്. 4 ധാരാളം ജീനുകൾ വർക്ക് ചെയ്യുന്ന ഫലമായി ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. സോ എ ക്യാരക്ടർ whose expression is controlled by number of genes is called എന്ത് മക്കളെ? പോളിജീനിക് ഇൻഹെറിറ്റൻസ്. ധാരാളം എക്സാമ്പിൾ ഉണ്ട്. മനുഷ്യന്റെ ഹൈറ്റ്, ഹ്യൂമൻ ഹൈറ്റ് ഈസ് കൺട്രോൾഡ് ബൈ പോളിജീൻ. മനുഷ്യൻ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒന്നിലധികം ജീനുകളാണ്. ബെസ്റ്റ് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തത് ഹ്യൂമന്റെ സ്കിൻ കളറാണ്. മനുഷ്യന്റെ എന്ത് കളറാണ് മക്കളെ? സ്കിൻ കളറാണ്. ഇത് വായിക്കാൻ വിട്ടുപോയതാണ്. ഹ്യൂമന്റെ സ്കിൻ കളർ. മനുഷ്യന്റെ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്ന മക്കളെ 3 ജീനുകളാണ്. സാധാരണ ഒരു ജീൻ ഒരു ക്യാരക്ടർ എന്നല്ല നമ്മൾ പറഞ്ഞു. ഒരു ജീന് ഒന്നിലധികം ക്യാരക്ടർ പ്ലിയോട്രോപ്പിക് ജീൻ. കുറെ ജീനുകൾക്ക് ഒരു എഫക്റ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? പോളിജീൻ. അപ്പൊ ഹ്യൂമന്റെ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്ന 3 ജീനുകളാണ് മക്കളെ എ ജീൻ, ബി ജീൻ, സി ജീൻ. അപ്പൊ AABBCC, ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി ക്യാപിറ്റൽ. നമ്മൾ വിചാരിക്കും ഇതൊരു ക്യാരക്ടർ, ഇതൊരു ക്യാരക്ടർ, ഇതൊരു ക്യാരക്ടർ. അങ്ങനെയല്ല. ഇത് 3ഉം കൂടി വന്നാൽ മാത്രമേ ഒരു ക്യാരക്ടർ വരുള്ളൂ. ഇങ്ങനെ വന്നാൽ അയാളുടെ സ്കിൻ എന്തായിരിക്കും അറിയാം മക്കളെ? ഡാർക്കസ്റ്റ് സ്കിൻ ആയിരിക്കും. എന്ത് സ്കിൻ ആയിരിക്കും? ഡാർക്കസ്റ്റ് സ്കിൻ. ഡാർക്കസ്റ്റ് സ്കിൻ ആയിരിക്കും. ബ്ലാക്ക് കളർ ആയിരിക്കും. അപ്പൊ സ്മോൾ എ സ്മോൾ എ, സ്മോൾ ബി സ്മോൾ ബി, സ്മോൾ സി എന്നാൽ എന്ത് കളർ ആയിരിക്കും? ലൈറ്റ് കളർ ആയിരിക്കും. അപ്പൊ ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി, ക്യാപിറ്റൽ സി സ്മോൾ സി. നമ്മൾ വിചാരിക്കും ഇതൊരു ക്യാരക്ടർ, ഇതൊരു ക്യാരക്ടർ, ഇതൊരു ക്യാരക്ടർ. അതൊക്കെ നമ്മൾ ട്രൈ ഹൈബ്രിഡ് എന്നൊക്കെ വിചാരിക്കില്ലേ? ഈ 3 ജീനും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ആ ക്യാരക്ടർ വരുള്ളൂ. ഏത് ക്യാരക്ടർ? ഹ്യൂമൻ സ്കിൻ കളർ. അതുകൊണ്ടാണ് ഈ ക്യാരക്ടർ ഹൂസ് എക്സ്പ്രഷൻ ഈസ് കൺട്രോൾ ബൈ നമ്പർ ഓഫ് ജീൻ അതിന് വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഒരു ജീനിന് ഒന്നിലധികം എഫക്റ്റ് ആണെങ്കിൽ പ്ലിയോട്രോപ്പി, കുറെ ജീനുകൾക്ക് ഒരേ എഫക്റ്റ് ആണെങ്കിൽ പോളിജീനിക്. അപ്പൊ ഇങ്ങനെ വന്നാൽ ഡാർക്കസ്റ്റ് സ്കിൻ ആണ്, ഇങ്ങനെ വന്നാൽ ലൈറ്റ് കളറാണ്. ഇനി ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി, ക്യാപിറ്റൽ സി സ്മോൾ സി ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് കളറാണ്. ഡാർക്കസ്റ്റും അല്ല ലൈറ്റും അല്ല, ഒരു ഇന്റർമീഡിയറ്റ് കളർ. ആ കളറിന് പേരുണ്ട് കേട്ടോ. എന്തത് വായിക്കുക? മുള്ളാട്ടോ എന്നുള്ള അർത്ഥം വേറെയാണ്. മുള്ളാൻ പോവാണ്, അത് അർത്ഥം വേറെയാണ്. ഇത് മുള്ളാറ്റോ എന്ന് പറയും. എന്ത്? മുള്ളാറ്റോ. ഈ കളറിനെ വിളിക്കുന്ന പേരാണ് മുള്ളാറ്റോ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല കേട്ടോ. അപ്പൊ ഇന്റർമീഡിയറ്റ് കളർ, സ്കിൻ കളർ എന്നാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഓരോ ജീനും വർക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെതായ ഫീനോടൈപ്പ് ഉണ്ടാവുള്ളൂ. ഒരു ജീനിൽ എങ്ങാനും വ്യത്യാസം വന്നതനുസരിച്ച് സ്കിൻ കളർ. അപ്പൊ സോ ദ എഫക്ട് ഓഫ് ജീൻ, ഓരോ ജീനിന്റെയും അഡിക്റ്റീവ് ഫങ്ഷൻസ് ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ അതിന്റെ ഫീനോടൈപ്പ് വരുള്ളൂ. ഇവിടെ എഴുതി വായിക്കും, ഫീനോടൈപ്പ് റിഫ്ലക്ട്, ഈ ക്യാരക്ടറുകളെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നു ബൈ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് അലീൽ. ഓരോ അലീലിന്റെയും കോൺട്രിബ്യൂഷൻ, ഇവനും ഇങ്ങനെ ആയാൽ മാത്രമേ ഡാർക്ക് ഉള്ളൂ, ഇവനും ഇങ്ങനെ ആയാൽ മാത്രമേ ലൈറ്റ് കളർ ഉള്ളൂ. അതായത് എഫക്ട് ഓഫ് ഈച്ച് അലീൽ ഈസ് അഡിക്റ്റീവ്. ഓരോ അലീലിന്റെയും ഒരുമിച്ചുള്ള ഫംഗ്ഷന്റെ ഫലമായിട്ടാണ് നമ്മളെ ഇങ്ങനെ വരുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, ഈ പോളിജീനിക് ഇൻഹെറിറ്റൻസോട് മാത്രമല്ല, ഈ എൻവയോൺമെന്റും, ചുറ്റുമുള്ള എൻവയോൺമെന്റും ഇതിനെ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ഓഫ് എൻവയോൺമെന്റും ഇതിനെ സ്വാധീനിക്കുന്ന കാര്യം എപ്പോഴും മനസ്സിലാക്കുക. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? പോളിജീനിക് ഇൻഹെറിറ്റൻസ്. എന്താണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്? എ ക്യാരക്ടർ whose expression is controlled by number of genes. ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ ഒന്നിലധികം ജീനുകൾ ഉണ്ട്, ധാരാളം ജീനുകൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. എക്സാമ്പിൾ ഏത് മാത്രമാണ്? ഹ്യൂമൻ സ്കിൻ കളർ, ഹ്യൂമൻ ഹൈറ്റും, മനുഷ്യന്റെ ഉയരത്തെ കൺട്രോൾ ചെയ്യുന്നതും പോളിജീനിക് ആണ്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, എൻവയോൺമെന്റും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡാർക്കസ്റ്റ് സ്കിൻ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് സ്കിൻ, അതിന്റെ പേരാണ് മുള്ളാറ്റോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് കളറാണ് മക്കളെ? ലൈറ്റ് കളർ. വായിക്കുക, ഫീനോടൈപ്പ് റിഫ്ലക്ട്. ഈ ഫീനോടൈപ്പ് എപ്പോഴാണ് റിഫ്ലക്ട് ചെയ്യുക? ബൈ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് അലീൽ. ഓരോ അലീലിന്റെയും കോൺട്രിബ്യൂഷന്റെ ഫലമായാണ്. ഇതിൽ ഏതെങ്കിലും ഒരു അലീൽ ക്യാപിറ്റൽ സ്മോൾ എ ആയി കഴിഞ്ഞാൽ ഡാർക്കസ്റ്റ് സ്കിൻ ആവില്ല, പക്ഷെ ഡാർക്ക് കുറച്ച് കുറയും. അപ്പോൾ ദാറ്റ് ഈസ് ദ എഫക്ട് ഓഫ് ഈച്ച് അലീൽ ഈസ് അഡിക്റ്റീവ്. ഓരോ അലീലിന്റെയും അഡിക്റ്റീവ് ഫംഗ്ഷന്റെ ഫലമായിട്ടാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇതോടുകൂടി NV ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുകയാണ്. 5ാമത്തെ എപ്പിസോഡാണിത്. ഇത് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെയധികം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ്. ഏതാ? ഡീവിയേഷൻ ഫ്രം മെന്റലിയൻ പ്രിൻസിപ്പിൾ, അതായത് നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് അല്ലെ. ഏതൊക്കെയാ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീൽസ്, പ്ലിയോട്രോപ്പി, പോളിജീനിക് ഇൻഹെറിറ്റൻസ് കുറിച്ചു. ഇനി അടുത്തത് ലിങ്കേജും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്, അത് അടുത്ത വീഡിയോ ലെസണിൽ എടുക്കാം. കുറെ ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ്, കുറെ കമന്റിൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ്, സാർ എന്തിനാ സാർ ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇടുന്നത്? ഇത്ര ലെങ്തി ആയിട്ട് വീഡിയോ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മക്കളെ ശ്രദ്ധിക്കുക, ഓരോ വീഡിയോയിലും ഒരു ടോപ്പിക്കാണ് ഞാൻ കവർ ചെയ്യുന്നത്. അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കുന്നെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, ടൈം നോക്കി ചെയ്തെടുക്കുക, അടുത്ത പിന്നെ സമയം കിട്ടുമ്പോൾ അതിന് ബാക്കി കാണുക, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും +2 പഠിക്കുന്ന, +1 വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ലെസണിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ, നമസ്കാരം.